We will continue with our meditations from 1 Corinthians. 1 കൊരിന്ത്യർ ലേഖനത്തിൽ നിന്നുള്ള നമ്മുടെ ധ്യാനം വീണ്ടും തുടരുകയാണ്. Actually, I wanted to attempt to cover chapters 8, 9 and 10 this evening. ഇന്ന് രാത്രിയിൽ 8, 9, 10 അധ്യായങ്ങൾ ഒന്ന് ഓടിച്ചു പോകണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. But then that is beyond our reach, so I thought I'll focus on chapter 8. പക്ഷെ നമുക്കത് എത്തിപ്പിടിക്കാൻ പറ്റാത്തത്ര ദൂരത്തിലായതുകൊണ്ട് ഇന്ന് രാത്രി നമ്മൾ 8-ാം അധ്യായത്തിൽ മാത്രം നിൽക്കാൻ ആഗ്രഹിക്കുകയാണ്. In all my teaching experience, I have never completed a syllabus anywhere I taught. എൻ്റെ ഈ കാലം അത്രയുമുള്ള പരിശീലന പരിചയത്തിൽ ഞാൻ ഒരിടത്തും ഒരു സിലബസും പൂർണ്ണമാക്കിയിട്ടില്ല. So last year, previously when I taught Romans, I tried to teach from chapter 16, but whether I succeeded or my students understood, I don't know. കഴിഞ്ഞ പ്രാവശ്യം റോമാലേഖനം പഠിപ്പിക്കുമ്പോൾ 16-ാം അധ്യായത്തിൽ നിന്ന് I started teaching backwards from chapter 16. 16-ാം അധ്യായത്തിൽ നിന്ന് തുടങ്ങി ഇങ്ങോട്ട് പുറകോട്ട് പഠിപ്പിക്കാനാണ് ആഗ്രഹിച്ചത്. പക്ഷേ എൻ്റെ വിദ്യാർത്ഥികൾക്ക് അത് എത്രത്തോളം പിടികിട്ടിയെന്നുള്ളത് എനിക്കറിയില്ല. So it's always, it's good for people to leave something undone so that they can come back. അതുകൊണ്ട് ആളുകൾ നമ്മുടെ അടുക്കലേക്ക് തിരിച്ച് വീണ്ടും വരണമെങ്കിൽ ചിലത് പറഞ്ഞു കൊടുക്കാതെ വിടുന്നതാണ് നല്ലത്. So it is not intentional, it's my inability to say all that I feel like saying, but then I can't say that. പലപ്പോഴും അത് മനഃപൂർവ്വമായി ചെയ്യപ്പെടുന്നതല്ല. So today we look at 1 Corinthians chapter 8. Please open your Bibles and to chapter 8. ഇന്ന് രാത്രി നമ്മൾ 8-ാം അധ്യായം 1 കൊരിന്ത്യർ ലേഖനം 8-ാം അധ്യായം പഠിക്കുകയാണ്. ദയവായി നിങ്ങളുടെ വേദപുസ്തകങ്ങളെ തുറന്നാലും. And I also want to suggest that if anybody wants to go over these portions, you have the recordings I believe the church has made, and also the PowerPoints, please distribute. These are not copyrighted. You can adapt, adopt, change and use it anywhere. Don't give any acknowledgement to me. This is what the Lord helped me to make for your church. Use it. It's your property now. You can use it. ഇനിയും ഇതിലധികമായിട്ട് ഇത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈ പഠനങ്ങൾ വീണ്ടും അതിലൂടെ പോകണമെങ്കിൽ സഭ അത് റെക്കോർഡ് ചെയ്യുന്നെന്ന് വിശ്വസിക്കുന്നു. ആ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് പോയി അത് പഠിക്കാം. മാത്രമല്ല അതിൻ്റെ പവർ പോയിൻറ്റ്സും ആവശ്യമുള്ളവർക്ക് കൊടുക്കാവുന്നതാണ്. അതിന് പ്രത്യേകിച്ച് കോപ്പറേറ്റ് ഒന്നും ഞാൻ ചോദിക്കത്തില്ല. So now the one theme I want to emphasize this tonight is knowledge puffs up, love builds up. ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ പ്രധാനമായും നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അറിവ് ചീർപ്പിക്കുന്നു, സ്നേഹമോ പണിയുന്നു. We have seen earlier how the Corinthians were puffed up or were arrogant in their attitudes, especially about their leaders and even the freedom that they had. നമ്മൾ നേരത്തെ പഠിച്ചത് ഇങ്ങനെയാണ്. കൊരിന്ത്യ സഭയിലുള്ളവർ അവർ എന്തൊക്കെ അറിയാമെന്നുള്ള നിലയിൽ അവരുടെ അറിവ് നിമിത്തം അവർ അഹങ്കാരമുള്ളവരായി, വലിയ നമ്മുടെ ഭാഷ പറഞ്ഞ ജാടയുള്ളവരായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. So today we will hear Paul addressing another major attitudinal issue that they had demonstrated, that is their pride or super confidence or overconfidence in their theological knowledge. ഇന്ന് രാത്രി നമ്മൾ കൈകാര്യം ചെയ്യാൻ പോകുന്നത് അതുപോലെ തന്നെ കൊരിന്ത്യ സഭയ്ക്ക് ഉണ്ടായിരുന്ന മറ്റൊരു അഹങ്കാരം ഉളവാക്കുന്ന വിഷയമായിരുന്നു ദൈവശാസ്ത്ര സംബന്ധമായി അവർക്കുള്ള അറിവ് മറ്റാരെക്കാളും വലുതാണെന്നുള്ള നിലയിലുള്ള അവരുടെ ചിന്താഗതി. Sometimes when you study deep, it gets into not just our head, it gets into our it makes us think unrealistically. ചില സമയങ്ങളിൽ നമ്മൾ ആഴമായിട്ടങ്ങ് പഠിച്ചു പോകുമ്പോൾ വാസ്തവത്തിൽ പറഞ്ഞാൽ ഭാവിക്കേണ്ടതിന് മീതെ ഭാവിക്കത്തക്ക വിധത്തിൽ അത് നമ്മുടെ ദേഹിക്കകത്തേക്ക് അങ്ങ് കയറിപ്പോവും. After I finished my PhD and came, there was a brother and elder who was very kind and probably used by the Holy Spirit. എൻ്റെ PhD സ്റ്റഡിക്ക് ശേഷം എന്നോട് വളരെ സ്നേഹവും ആർദ്രതയുമുള്ളൊരു സഹോദരൻ, അദ്ദേഹം He was from the Brethren Assembly, and I believe he got filled with the Spirit at that moment. അദ്ദേഹം ബ്രദറൻ ചർച്ചിലുള്ള ആളാണ്. പരിശുദ്ധാത്മാവ് അദ്ദേഹത്തിൽ ഉണ്ടെന്ന് ഞാൻ വിശ്വസിച്ചു. He told me, "Idi, do you know the meaning of PhD?" ഇടി, നിങ്ങൾക്ക് PhD എന്ന വാക്കിന്റെ അർത്ഥം അറിയാവോ? I said, "I know, Doctor of Philosophy." He said, "No, permanent head damage." ഞാൻ പറഞ്ഞു അത് ഡോക്ടർ ഓഫ് ഫിലോസഫി എന്നാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞത് ശാശ്വതമായ തലയ്ക്കുള്ള കുഴപ്പമെന്നാണ്. See, sometimes it gets into our head. പലപ്പോഴും അത് നമ്മുടെ തലയ്ക്കകത്തോട്ടാണ് കയറി പോകുന്നത്. Actually, there was a head damage for me.
അത് നിമിത്തം ആ തലയ്ക്കൊരു പ്രശ്നം ഉണ്ടാകും. It took some years to come to a normal, a human reliable position, and I have harmed people those days. ആ ദിവസം അത് എൻ്റെ തലയ്ക്കകത്ത് കയറിയിട്ട് ഒത്തിരി നാളുകൾ എന്നെ ദോഷകരമായി അത് ബാധിച്ചുവെന്ന ഒരുപാട് വർഷങ്ങളെടുത്തു അതിൽ നിന്നൊരു സാധാരണ നിലയിലേക്ക് മടങ്ങി വരാനും. So I myself am a victim to this. Knowledge puffs up. അറിവ് ചീർപ്പിക്കുന്നു എന്ന കാര്യത്തിൽ ഞാൻ തന്നെ ഒരു ഇരയായി തീർന്നവനാണ്. Now let's get to Corinth. I said this because we should approach them with little understanding, care, and not with puffed up heads. നമുക്ക് അതുകൊണ്ട് ഈ കാര്യങ്ങളെ കുറച്ചുകൂടെ ഒന്ന് ആഴമായി പഠിക്കാം. തലയ്ക്കകത്ത് എന്തൊക്കെ കയറ്റി വെക്കുന്നത് പോലെയല്ല, ആത്മാവിലൊരു തിരിച്ചറിയൽ ഉണ്ടാകേണ്ടതിന്. No, there was an issue which we will say it's a cultural issue about what type of food they may eat. അവിടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. നമ്മളതിനെ ഒരു സാംസ്കാരിക വിഷയമായിട്ട് പറയാറുണ്ട്, എന്ത് കഴിക്കണം എന്നുള്ളൊരു വിഷയം. This is not at all based on some medical prescription or anything like that. അത് ഏതെങ്കിലും വൈദ്യശാസ്ത്രപരമായ നിർദ്ദേശങ്ങൾക്കനുസൃതമായ മാറ്റങ്ങളല്ല. These are the issues of faith and practice. അത് വിശ്വാസത്തിൻ്റെയും പ്രായോഗികതയുടെയും പ്രശ്നങ്ങളായിരുന്നു. To understand the problem, let's study the city a bit more from this angle. ആ വിഷയം പഠിക്കേണ്ടതിന് ആദ്യം നമുക്ക് ആ പട്ടണത്തിന്റെ പശ്ചാത്തലത്തിലേക്ക് ഒന്ന് ഇറങ്ങിച്ചെല്ലാം. Corinth was like any other Roman city, a temple city. കൊരിന്ത് എന്ന് പറയുന്നത് മറ്റേതൊരു റോമ പട്ടണത്തെയും പോലെ ഒരു ക്ഷേത്ര നഗരമായിരുന്നു. There were different people groups, and Romans themselves were open to other religious ideologies. അവിടെ ധാരാളം മതവിഭാഗങ്ങളിലുള്ള ആളുകൾ ഉണ്ടായിരുന്നു. റോമക്കാരെന്ന് പറയുന്നത് ഏത് മതത്തെയും അംഗീകരിക്കുന്ന തരത്തിലുള്ള, അവർക്ക് അവസരം കൊടുക്കുന്ന തരത്തിലുള്ള ആളുകളായിരുന്നു. They would absorb other gods and give them a Roman name. അവർ മറ്റുള്ള ദേവന്മാരെ സ്വീകരിച്ചിട്ട് അവർക്ക് ഇവരുടെ റോമക്കാരുടെ ഒരു പരിവേഷം നൽകുകയും ചെയ്യും. I am telling about Rome 2000 years back and not about any other modern country. ഞാൻ പറയുന്നത് 2000 വർഷങ്ങൾക്ക് പുറകിലുള്ള റോമൻ നഗരത്തിൻ്റെ സംസ്കാരത്തെക്കുറിച്ചാണ്, ഇപ്പോഴുള്ള ഏതെങ്കിലും ആധുനിക നഗര സംവിധാനങ്ങളെ കുറിച്ചല്ല. So they were multicultural, so there will be people, your neighbors don't belong to your own religious background. There were many gods and goddesses and temples and places of worship. അവർ ബഹുവിധ സംസ്കാരങ്ങൾക്ക് അധീനരായിരുന്നു. ഒരുപക്ഷെ നിങ്ങളുടെ അയൽക്കാരൻ നിങ്ങൾ വിശ്വസിക്കുന്ന അതേ മതസംഹിതകളെ വിശ്വസിക്കുന്ന ആളായിരിക്കത്തില്ല. അങ്ങനെ വ്യത്യസ്തമായ വിശ്വാസങ്ങളും വിശ്വാസ പ്രമാണങ്ങളും മതചടങ്ങുകളും ഉള്ളവരായിരുന്നു ആ പട്ടണത്തിൽ ഉണ്ടായിരുന്നവർ. To add to this, since the time, particularly from the days of Augustus, they started building temples to the Roman city and elevated the Roman emperor as a divine being. പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെങ്കിൽ ഔഗുസ്തോസ് കൈസറുടെ കാലഘട്ടം മുതൽ അവർ ഓരോ റോമൻ പട്ടണങ്ങളിലും കൈസറുടെ അല്ലെങ്കിൽ ചക്രവർത്തിക്ക് വേണ്ടി ക്ഷേത്രങ്ങൾ പണിയുകയും ചക്രവർത്തിയെ ഒരു ദൈവിക പരിവേഷം നൽകി ആരാധിക്കുകയും ചെയ്തു വരികയായിരുന്നു. In the Roman coins of those days, ആ കാലഘട്ടത്തിലെ റോമൻ നാണയങ്ങൾ പോലും Augustus had it imprinted, Augustus Caesar, the son of a god. ആ കാലഘട്ടത്തിലെ നാണയങ്ങളിൽ രേഖപ്പെടുത്തി ഇങ്ങനെയാണ്, ഔഗസ്തസ് സീസർ ഒരു ദൈവത്തിന്റെ പുത്രൻ. Because he had the Senate elevate his adopted father Julius Caesar as a god. കാരണം അദ്ദേഹത്തിനുണ്ടായിരുന്ന മന്ത്രിസഭ അദ്ദേഹത്തിന്റെ പിതാവായ ജൂലിയസ് സീസറിനെ ഒരു ദൈവമായി പരിവേഷം നൽകി അവരോധിച്ചവരായിരുന്നു. So the practice is this kind of an elevation of an emperor takes place, or a leader takes place posthumously after death. ഈ വക കാര്യങ്ങൾ മരണാനന്തരമാണ് അവർക്ക് ദൈവിക പരിവേഷം നൽകി, നമ്മുടെ നാട്ടിൽ വിശുദ്ധ പദവിയൊക്കെ നൽകുന്നത് പോലെ മരണാന്തര പദവി നൽകിയാണ് അവർ ദൈവമായി ആരാധിച്ചിരുന്നത്. The advantage of the living emperor was that if his father was elevated as a divine being, then he can claim to be the son of a divine being. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അപ്പൻ ദൈവിക പരിവേഷം ചാർത്തപ്പെട്ടയാളാണെങ്കിൽ ജീവിച്ചിരിക്കുന്നയാളിനും ഞാനൊരു ദൈവത്തിൻ്റെ മകനാണെന്ന് അവകാശപ്പെടാനുള്ള സാധുതയുണ്ടായിരുന്നു. So that was a political strategy also.
അത് ഒരു രാഷ്ട്രീയപരമായ തന്ത്രവും കൂടെ ആയിരുന്നു. So cities far away from Rome, in order to show their allegiance to the Rome imperial powers, or to be double engine governments, they will start temples of Rome or the imperial cult to show that we are loyal people. അത് റോമൻ പട്ടണത്തിൽ നിന്ന് ഒത്തിരി അകലെയാണ് ആ പട്ടണങ്ങളാണെങ്കിൽ പോലും ഞങ്ങൾ റോമൻ ചക്രവർത്തിയോടും ആ സംസ്കാരത്തോടും ഭരണ സംവിധാനത്തോടും വിധേയരാണെന്ന് വരുത്തി കാണിക്കാൻ റോമൻ പട്ടണത്തിലുള്ള പട്ടണത്തിൻ്റെ ക്ഷേത്രങ്ങളും മറ്റു കാര്യങ്ങളുമെല്ലാം ഇവരുടെ പട്ടണത്തിലും സ്ഥാപിക്കുക പതിവായിരുന്നു. If the emperor was the Lord, ചക്രവർത്തി ഒരു ദൈവമാണെങ്കിൽ, the Lord, and he claimed to be the son of a god, അവൻ ദൈവത്തിന്റെ മകനെന്ന് അവൻ അവകാശപ്പെടും. consider the potential for misunderstanding, even if it is not intentional. The statement made by Christians, Jesus Christ is the son of the living God, the Lord Jesus Christ. അപ്പം ആ ദൈവപുത്രൻ എന്ന് അവകാശപ്പെടുന്ന അവരെ ലോർഡ് അല്ലെങ്കിൽ കർത്താവെന്ന് വിളിക്കുന്നത് കൊണ്ട് ക്രിസ്ത്യാനികളും പ്രസ്താവിക്കുന്നുള്ളൂ. യേശു ക്രിസ്തുവിനെ കർത്താവായ യേശു ക്രിസ്തു ദൈവപുത്രൻ എന്ന് പറയുന്നത് അതൊരു സമാനമായ കാര്യമായിട്ടാണ് അവരെന്ന് കണക്കാക്കിയിരുന്നത്. We believe Jesus Christ is the son of the living God. നമ്മൾ വിശ്വസിക്കുന്നു യേശു ക്രിസ്തു ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. And we confess Jesus as the Lord. അതുപോലെ തന്നെ നാം യേശുവിനെ കർത്താവെന്ന് ഏറ്റുപറയുകയും ചെയ്യുന്നു. Listen to a hot-blooded Roman imperialist listening to that conversation between two Christians. രണ്ട് ക്രിസ്ത്യാനികൾക്കിടയിലുള്ള ഈ സംഭാഷണത്തെ ഒരു തീവ്ര റോമൻ വിശ്വാസി അല്ലെങ്കിൽ റോമൻ പൗരനത് കേൾക്കുമ്പോൾ He can ask, what did you say? അവൻ ചോദിച്ചു, നിങ്ങൾ എന്താ ഇപ്പൊ പറഞ്ഞത്? Who is the Lord? ആരാണ് കർത്താവ്? The believer will say, Jesus is the Lord. വിശ്വാസി പറയും, യേശുവാണ് കർത്താവ്. And who is this Jesus? ആരാണ് യേശു? He is the son of the living God. അവൻ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാണ്. What do you think about our emperor is? അങ്ങനെയെങ്കിൽ നമ്മുടെ ചക്രവർത്തിയെ കുറിച്ച് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? The Christian will say there is only one Lord, that is Jesus Christ, and he is the son of the living God. ക്രിസ്ത്യാനി പറയും, ഒരേ ഒരു കർത്താവേ നമുക്കുള്ളൂ, അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്, അവൻ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാണ്. You know, it was a politically dangerous statement of faith at that time. ആ സമയത്ത് വിശ്വാസത്തോടുള്ള ബന്ധത്തിൽ അത് രാഷ്ട്രീയപരമായി വളരെ അപകടകരമായ പ്രസ്താവനയാണ്. Now we'll come back to the temples themselves. നമുക്ക് ക്ഷേത്രങ്ങളുടെ ആ കാര്യത്തിലേക്ക് വരാം. In the ancient cities, they did not have so many restaurants or kalyana mandapams, etc. ആ പുരാതന നഗരങ്ങളിൽ ഇന്നത്തെ പോലെ വലിയ റെസ്റ്റോറൻറ്റുകളോ കല്യാണ മണ്ഡപങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. Usually, temples served multi-purposes. സ്വാഭാവികമായിട്ടും ക്ഷേത്രങ്ങൾ വിവിധ ഉദ്ദേശത്തോടു കൂടെയാണ് നിർമ്മിക്കപ്പെടുന്നത്. Because temples had land and they got money, they would build facilities attached to the temple. ക്ഷേത്രത്തോടനുബന്ധിച്ച് തന്നെ അവർക്ക് സമ്പത്തും വസ്തുവകകളും ധാരാളം ഉള്ളതുകൊണ്ട് മറ്റ് പല ആഘോഷങ്ങൾക്കും ആവശ്യമായ സാഹചര്യങ്ങൾ അവർക്ക് പണിയാൻ കഴിയുമായിരുന്നു. Community halls where birthday parties or wedding celebrations or social engagements could be held, you can rent from the temple authorities within the temple complex. സാമൂഹ്യ പരിപാടികളോ ബർത്ത്ഡേ പാർട്ടികളോ വിവാഹങ്ങളോ ഇതെല്ലാം തന്നെ ആ ക്ഷേത്രത്തിലെ ഓഡിറ്റോറിയത്തെ നിങ്ങൾക്ക് പണം കൊടുത്ത് വാടകയ്ക്കെടുത്ത് നടത്താൻ പറ്റുമായിരുന്നു. It happens now also, no? ഇപ്പോഴും അതൊക്കെ സംഭവിക്കുന്നുണ്ട്. ക്ഷേത്രങ്ങളിൽ ഓഡിറ്റോറിയം ഉണ്ടല്ലോ. No, churches are also competing for that. ചർച്ച് പോലും അങ്ങനെ ചെയ്യുന്നുണ്ട്. You know, one of the ways of raising Indian income, I am thinking how I can find money for the seminary. And one of the ideas is build a kalyana mandapam so that നമ്മുടെ സഭയിൽ ഞങ്ങളുടെ സെമിനാറിൽ പോലും പണം ഏൺ ചെയ്യാനായിട്ട് ഒരു കല്യാണ മണ്ഡപം പണിതാൽ എന്തെന്നാ ഞങ്ങൾ ആലോചിക്കുന്നത്. So we try to generate income like that. നമ്മൾ വരുമാനം സൃഷ്ടിക്കാൻ പരിപാടി ചെയ്യുകയാണ്. But the temple had an additional advantage. എന്നാൽ ക്ഷേത്രങ്ങൾക്ക് ഒരു പ്രത്യേക പരിവേഷം കൂടെ, ഒരു പ്രത്യേക പദവിയും കൂടെ ഉണ്ട്. There were a lot of animal sacrifices. അവിടെ ധാരാളം മൃഗയാഗങ്ങൾ നടക്കും. All the meat of a sacrificed animal is not burnt up. എല്ലാ യാഗം ചെയ്ത മൃഗങ്ങളുടെ മാംസവും കത്തിച്ച് ചാമ്പലാക്കത്തില്ല. Only a portion of that is burnt up. ഒരു മൃഗത്തെ യാഗം കഴിക്കുമ്പോൾ ആ അതിന്റെ ഒരു ചെറിയ ഭാഗം മാംസം മാത്രമേ ദഹിപ്പിക്കത്തുള്ളൂ. What do you do with the rest? അപ്പോൾ ബാക്കിയുള്ള മാംസം കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യും? It gets sold out. അത് പുറത്ത് വിൽക്കപ്പെടും. Don't say it's a very bad thing.
അത് വലിയൊരു മോശമായ കാര്യമൊന്നും വിചാരിക്കരുത്. How many of you use coconut oil as a hair oil? തേങ്ങ എണ്ണ, നമ്മുടെ വെളിച്ചെണ്ണ എത്ര പേരാണ് തലയിൽ തേക്കാൻ ഉപയോഗിക്കുന്നത്? At least some of you use. Hallelujah for നിങ്ങൾ that. ഒരു വലിയ നല്ല ഭാഗമെങ്കിലും ഉപയോഗിക്കുന്നുണ്ട്. Where did the coconut oil come from? ഈ വെളിച്ചെണ്ണ എവിടെ നിന്നാണ് വരുന്നത്? What do they do with these coconuts? ആ പൊട്ടിയ തേങ്ങാ കഷ്ണങ്ങൾ കൊണ്ട് അവരെന്ത് ചെയ്യും? These oil manufacturers will contract a wholesale purchase of it and they will bring it to our house. ഈ എണ്ണ കച്ചവടക്കാർ, വലിയ വലിയ ബിസിനസ്സുകാർ അവിടെ നിന്ന് മൊത്തത്തിൽ എണ്ണ ആ തേങ്ങ കോൺട്രാക്ട് എടുത്ത് അതിൽ നിന്നാണ് വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നത്. So Jomon, today when you applied your parachute oil, did you ask Holy Spirit, tell me, is this from Shabarimala or from Tirupati? ജോമോൻ ബ്രദറെ, ഇനി നിങ്ങൾ പാരച്യൂട്ട് ഓയിൽ എടുത്ത് തേക്കുമ്പോൾ ചോദിക്കണം, പരിശുദ്ധാത്മാവേ, ഇത് ശബരിമല നിന്നാണോ തിരുപ്പതി നിന്നാണോ വന്നതെന്ന്. You don't bother about that. You bother whether you bought it from More or Smart or somewhere else, isn't it? നിങ്ങൾ അതിനെക്കുറിച്ച് ഭാരപ്പെടില്ല. പക്ഷെ നിങ്ങൾ കാര്യമാക്കുന്നത് മോറിൽ നിന്നാണോ ലുലുവിൽ നിന്നാണോ ഇത് വാങ്ങുന്നതെന്നാണ്. Why did I tell you this? എന്തുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്? Because the temples are offering some services like that. ക്ഷേത്രങ്ങൾ അങ്ങനെയുള്ള ചില സേവനങ്ങൾ അനുഷ്ഠിക്കുന്നുണ്ട്. So there was food services. അതുപോലെ തന്നെ ഭക്ഷണം സേവനം ചെയ്യുന്നവര്. And you could buy meat from the temple. ക്ഷേത്രങ്ങളിൽ നിന്ന് മാംസവും നിങ്ങൾക്ക് വാങ്ങാൻ കഴിയും. So there are several added conveniences. അതുപോലെ കൂട്ടിച്ചേർക്കപ്പെട്ട ഒത്തിരി സൗകര്യപ്രദമായ കാര്യങ്ങൾ അവിടെ ഉണ്ട്. There were locations for social celebration. അത് സാമൂഹിക ആഘോഷങ്ങളുടെ ഒരു സ്ഥലമാണ്. And you could eat in the temple eateries. അതുപോലെ തന്നെ ക്ഷേത്രത്തിലെ ഭക്ഷണശാലകളിൽ നിങ്ങൾക്ക് കഴിക്കാൻ കഴിയും. And some of your friends may invite you to a social meal. അതുപോലെ തന്നെ ചില സാമൂഹിക പരിപാടികളിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങളെ ക്ഷണിച്ചേക്കാം. Suppose there is only one person who has become a Christian from a particular family. ഒരു കുടുംബത്തിൽ നിന്ന് ഒരാൾ മാത്രം രക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, and his brother's marriage is happening. ആ വ്യക്തിയുടെ സഹോദരന്റെ വിവാഹം നടക്കുന്നു എന്ന് ചിന്തിക്കുക. It definitely does not take place in a church. അദ്ദേഹം ഒരിക്കലും അത് സഭയിൽ വെച്ചല്ല നടക്കാൻ പോകുന്നത്. And they are having a celebration in the precincts of a Guruvayur temple or somewhere. അവര് ഒരുപക്ഷെ ആ വിവാഹം നടക്കുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ പരിസരത്തോ അവിടെ അതുമായി ബന്ധപ്പെട്ട സ്ഥലത്ത് വെച്ചായിരിക്കും. And you are invited because you are the elder brother there. നിങ്ങൾ ക്ഷണിക്കപ്പെട്ടിരിക്കണം, കാരണം നിങ്ങളാണ് അവിടുത്തെ വീട്ടിലെ മൂത്തയാള്. Will you go or not? നിങ്ങൾ പോകുമോ ഇല്ലയോ? No, I don't want an answer for that. അതിന് ഉത്തരവൊന്നും വേണ്ട. I'm just asking you to consider the issue that was being addressed in this chapter. ഈ അധ്യായത്തിൽ പൗലോസ് കൈകാര്യം ചെയ്യുന്ന വിഷയത്തെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഇത് പറഞ്ഞതേ ഉള്ളൂ. Let me complicate it. കുറച്ചുകൂടെ കുഴപ്പത്തിലാക്കാൻ ഞാൻ. Suppose you are just waiting for your next promotion. ഒരു പക്ഷേ നിങ്ങൾ അടുത്ത പ്രൊമോഷന് വേണ്ടി ഉയർച്ചയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. And you are shortlisted for that. അതിനുവേണ്ടി നിങ്ങൾ ഏറ്റവും ചുരുങ്ങിയ പട്ടികയ്ക്കകത്ത് വന്നു. But then your boss who intends to promote you has invited for his daughter's wedding in Guruvayur. നിങ്ങൾക്ക് പ്രൊമോഷൻ തരാൻ തീരുമാനിച്ചിരിക്കുന്ന നിങ്ങളുടെ ബോസ് തന്റെ മകളുടെ വിവാഹത്തിന് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് നിങ്ങളെ വിളിച്ചു. And that is on a Sunday morning at 11 a.m. അത് ഞായറാഴ്ച രാവിലെ 11 മണിക്കാണ് കല്യാണം. So you see, people go through real struggles, isn't it? ഞാൻ പറയുന്നത് വാസ്തവമായും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലൂടെ ജനങ്ങൾ കടന്നു പോകുന്നുണ്ട്. I am sure Exodus community can understand the sensitivity of the issue addressed in 1 Corinthians 8. 1 കൊരിന്ത്യർ ലേഖനം 8-ാം അധ്യായത്തിൽ കൈകാര്യം ചെയ്യുന്ന വിഷയത്തിന്റെ ഗൗരവം എക്സോഡസ് സഭ തിരിച്ചറിയുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. So now let's see what was their challenge. എന്താണ് അവരുടെ വെല്ലുവിളി എന്ന് നമുക്ക് നോക്കാം. Some of these believers, or most of these believers, used to worship in temples before they heard the gospel. കർത്താവ് യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം കേൾക്കുന്നതിന് മുൻപ് ഇതിലെ മിക്ക പേരും ക്ഷേത്രങ്ങളിൽ ആചരിക്കുകയും ആരാധിക്കുകയും ചെയ്തവരായിരുന്നു. One of the results of someone receiving the gospel is clearly stated in 1 Thessalonians chapter 1 verses 9 and 10. 1 തെസ്സലോനിയ ലേഖനം 1-ാം അധ്യായം 9-10 വാക്യങ്ങളിൽ ആ കാലങ്ങളിൽ സുവിശേഷം കേൾക്കുന്നവരുടെ സാഹചര്യത്തെക്കുറിച്ച് വ്യക്തമായി പരാമർശിച്ചിട്ടുണ്ട്. Paul is reminding the Thessalonians about their conversion. പൗലോസ് അവരുടെ പരിവർത്തനത്തെ കുറിച്ച് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. What happened to them? എന്താണ് അവർക്ക് സംഭവിച്ചത്? How they turned. Read on please. Yes, 1 Thessalonians chapter 1 verses 9 and 10. ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചുവെന്നും ജീവനുള്ള സത്യദൈവത്തെ സേവിപ്പാനും അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച തൻ്റെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നവനുമായ യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിപ്പാനും നിങ്ങൾ വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിങ്കലേക്ക് എങ്ങനെ തിരിഞ്ഞു വന്നുവെന്നും
അവർ തന്നെ പറയുന്നു. How you turned away from idols to the service or the worship of the living God. നിങ്ങൾ എങ്ങനെയാണ് വിഗ്രഹങ്ങളെ വിട്ട് ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാനും സേവിപ്പാനും തിരിഞ്ഞു വന്നു എന്ന് അവർ ഓർപ്പിപ്പിക്കുക. That is repentance, that is conversion. അതിനെയാണ് പരിവർത്തനം അഥവാ മാനസാന്തരം എന്ന് പറയുന്നത്. So majority of the believers in the Corinthian churches were once idol worshippers. Through the gospel they have turned away from idols to worship the living God. കൊരിന്ത്യ സഭയിലെ ഭൂരിഭാഗം വിശ്വാസികളും ഒരു കാലഘട്ടത്തിൽ വിഗ്രഹാരാധികളായിരുന്നു. സുവിശേഷത്തിലൂടെ വിഗ്രഹാരാധനയിൽ നിന്ന് ജീവനുള്ള ദൈവത്തിലേക്ക് അവർ തിരിഞ്ഞു വന്നു. And how do they address the issue of food offered in temples? അപ്പോൾ വിഗ്രഹാർപ്പിതം എന്ന് പറയുന്ന ആ ഭക്ഷണവുമായി ബന്ധപ്പെട്ട് അവരെങ്ങനെയാണ് ആ കാര്യത്തെ കൈകാര്യം ചെയ്യുന്നത്? It was such a big issue that the apostles met together in Jerusalem as recorded in Acts 15 and they advised them what they should do. നമുക്കറിയാം ഒരു വലിയ വിഷയ സംബന്ധമായ തർക്കത്തിനകത്ത് അപ്പോസ്തലന്മാരെല്ലാവരും കൂടെ യെരുശലേമിൽ അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായത്തിൽ ഒരുമിച്ച് കൂടി ആദ്യത്തെ ജെറുസലേം കൗൺസിൽ കൂടുകയും അതിനുശേഷം പുറത്തുവിട്ട പ്രഖ്യാപനത്തിൽ ഈ കാര്യങ്ങളൊക്കെ അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. One of the advices is that they must stay away from idol food. ആ പ്രഖ്യാപനത്തിൽ ഒന്നാം ഒരു കാര്യം വിഗ്രഹാർപ്പിതങ്ങൾ ഒഴിഞ്ഞിരിക്കുക. Now against this background, see these social complications of few people being members of the church when their majority relatives are non-Christians. അതിനകത്ത് പ്രധാനപ്പെട്ട വിഷയം എന്തെന്നറിയാമോ? ഇതിനകത്ത് വിശ്വാസികൾ മാത്രമായിട്ടുള്ളവർ കുറച്ചു പേരാണ്. എന്നാൽ ഭൂരിഭാഗം ആളുകളും വിശ്വാസത്തിലേക്ക് വന്നെങ്കിലും അവരുടെ കുടുംബാംഗങ്ങൾ ഭൂരിഭാഗവും വിശ്വാസത്തിലേക്ക് വരാത്തവരായിരുന്നു. They are invited to a social function. അവരവരുടെ പരിപാടികളിൽ ഇവരെ ക്ഷണിക്കുകയായിരുന്നു. But the venue is the temple of such a god or a goddess. ഒരു ദേവന്റെയോ ഒരു ദേവതയുടെയോ ക്ഷേത്ര പരിസരത്ത് വെച്ചാണ് ആ പരിപാടികൾ നടത്തപ്പെട്ടിരുന്നത്. And one question was, ഒരു ചോദ്യം എന്തായിരുന്നത്, does my participation in such a social event affect my unique relationship with the Lord Jesus Christ? അങ്ങനെയുള്ള ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിലൂടെ കർത്താവായ യേശുവുമായിട്ടുള്ള എൻ്റെ ആത്മീക ബന്ധം ഏതെങ്കിലും വിധത്തിൽ തകരാറിലാകുമോ എന്നതായിരുന്നു അവിടുത്തെ ചോദ്യം. So they would discuss it theologically, address the issue. അപ്പോൾ ദൈവശാസ്ത്രപരമായി ആ വിഷയത്തെ അവർ പരസ്പരം ചർച്ച ചെയ്യാൻ എടുത്തു. Your pastoral team will be discussing lot of issues. How do we address this practical issues? നിങ്ങളുടെ പാസ്റ്ററൽ ടീം ഒത്തിരി കാര്യങ്ങൾ എങ്ങനെ അത് പ്രായോഗികമാക്കാമെന്ന് അവർ ചർച്ച ചെയ്യുന്നവരാണ്. So likewise they had these discussions. അതുപോലെ തന്നെ അവിടുത്തെ നേതാക്കന്മാർ തമ്മിലുള്ള ഒരു സംഭാഷണം ഇതിനെ സംബന്ധിച്ചുണ്ടായി. And I am sure somebody like me there would have said, ഞാൻ ഉറപ്പായിട്ടും വിശ്വസിക്കുന്നു എന്നെ പോലെ ഉള്ള ആരോ ഒരാള്, suppose I want to help somebody there, എനിക്ക് ആരോ സഹായിക്കാൻ ആവശ്യമുണ്ട്, I will say, look, there is only one God. അദ്ദേഹം പറയണം, നോക്ക് ഒരേ ഒരു ദൈവമേ ഉള്ളൂ, there is no other, മറ്റൊരു ദൈവമില്ല. And I will quote from Deuteronomy chapter 6 and verse 4. ആവർത്തന പുസ്തകം 6:4 നിന്ന് ഞാനത് ഉദ്ധരിക്കുകയാണ്. Hear, O Israel, ഓ ഇസ്രായേലേ കേൾക്ക, the Lord our God, he is one. നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്, there is no other God. മറ്റൊരു ദൈവവും ഇല്ല. Look at the story of the Egypt and the Exodus. ആ മിസ്രൈമിനെ കുറിച്ചും പുറപ്പാടിന്റെയും ആ കഥകൾ നിങ്ങൾ തിരിഞ്ഞു നോക്ക്. What did our God reveal there? നമ്മുടെ ദൈവം എന്താണ് അവർക്ക് വെളിപ്പെടുത്തിയത്? There is no God like Yahweh. യഹോവയ്ക്ക് തുല്യനായി മറ്റൊരു ദൈവമില്ല. Others may have an appearance, but they have noses, they don't breathe, they have eyes, they don't see, they have hands, they don't touch, they have mouths, they don't speak or eat. Our God alone is the only living God. അവർക്ക് രൂപങ്ങളൊക്കെ ഉണ്ടെങ്കിലും മൂക്കുണ്ടെങ്കിലും മണക്കുന്നില്ല, കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല, ചെവിയുണ്ടെങ്കിലും കേൾക്കുന്നില്ല, കൈയുണ്ടെങ്കിലും സ്പർശിക്കുന്നില്ല, നാവുണ്ടെങ്കിലും സംസാരിക്കുന്നില്ല. നമ്മുടെ ദൈവം മാത്രമേ ജീവനുള്ള ദൈവമായിട്ടുള്ളൂ. And then what would be the next corollary for that? എന്നാൽ അതിന് അടുത്ത പ്രശ്നം എന്താണ്? Therefore those other rival claimants to be gods and goddesses are really not gods or goddesses. അതുകൊണ്ട് മറ്റുള്ള ദേവനെന്നും ദേവതമാരെന്നും ഒക്കെ പറയുന്ന അവകാശങ്ങളുണ്ടല്ലോ, അതൊന്നും വാസ്തവത്തിൽ ദേവന്മാരുമല്ല ദേവതമാരുമല്ല. There is a flip side to it which is addressed in chapter 10, which I am not going to now. 10-ാം അധ്യായത്തിൽ ഇതിന്റെ മറ്റൊരു ഭാഗം കൈകാര്യം ചെയ്യുന്നുണ്ട്, അതിലേക്ക് ഞാൻ പോകുന്നില്ല. So an idol is nothing. അതുകൊണ്ട്
വിഗ്രഹം ഏതും ഇല്ല. Therefore, because there is only one God and idols are nothing, eating food offered to idols or in the precincts of the temple is immaterial. It doesn't affect your relationship with God. വിഗ്രഹം ഏതുമില്ല, നമുക്ക് ഒരൊറ്റ ദൈവമേ ഉള്ളൂ. അതുകൊണ്ട് വിഗ്രഹാർപ്പിതവും ഒരു വിഷയമല്ല. ക്ഷേത്രങ്ങളിലോ അതിൻ്റെ പരിസരത്തോ വെച്ച് കഴിക്കുന്ന ആഹാരം ഒരു കാര്യമേ അല്ല. അത് നമ്മുടെ ആത്മീയതയോ ഭക്തിയെയോ ബാധിക്കുന്നില്ല. After all, food and drink, my brother, is not the biggest issue that the Lord Jesus Christ addresses. കർത്താവ് പറയുക ആഹാരം ഒന്നും ഒരു വിഷയമേ അല്ല എന്ന് അവിടെ ഉദ്ധരിക്കാനിടയായി. And you know, I may have just heard from Peter and I'll tell this story. ഞാൻ പത്രോസിൽ നിന്നൊരു കാര്യം കേട്ടിട്ടുണ്ട്. അങ്ങനെ ആ കഥയും ഞാൻ പറയുകയാണ്. You know, when the Lord Jesus Christ was teaching, യേശു ക്രിസ്തു പഠിപ്പിക്കുന്ന സമയത്ത് one day his disciples were observed by the Pharisees that they did not wash their hands before eating. പരീശന്മാർ കണ്ടു ഒരു ദിവസം ശിഷ്യന്മാർ കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുന്നത്. The story is recorded in Mark's Gospel chapter 7. I have given you the reference there. മർക്കോസ് 7-ാം അധ്യായത്തിൽ ആ കഥ രേഖപ്പെടുത്തിയിട്ടുണ്ട്. And then, you know, the Pharisees said, why is it that your disciples don't keep up to the traditions of the elders? യേശുവിനോട് പരീശന്മാർ ചോദിച്ചു, നമ്മുടെ പിതാക്കന്മാർ ആചരിച്ച ആ അനുഷ്ഠാനങ്ങൾ നിന്റെ ശിഷ്യന്മാർ എന്തുകൊണ്ടാണ് പിൻപറ്റാത്തത്? Part of the answer I gave you, you know, in explaining Korban this morning. ഇന്ന് രാവിലെ ഞാൻ ഈ വിശദീകരണത്തോടുള്ള ബന്ധത്തിൽ ഖുർബാൻ എന്ന പദത്തിന്റെ വിശദീകരണം പറഞ്ഞിരുന്നല്ലോ. And then when the disciples were alone with Jesus, ഇപ്പൊ യേശുവിനോടൊപ്പം ശിഷ്യന്മാർ മാത്രമായിരുന്ന സമയത്ത് they had a private tutorial session, doubt clearance session. അവർക്കൊരു പ്രത്യേകമായ ഒരു സംശയ നിവാരണ സെഷൻ ഉണ്ടായിരുന്നു. Lord, what did you mean? What did you mean by what you said? കർത്താവേ, അങ്ങ് നേരത്തെ പറഞ്ഞല്ലോ, ആ അഭിപ്രായത്തിൽ എന്താണ് അങ്ങ് ഉദ്ദേശിക്കുന്നത്? Jesus said, what food goes inside does not defile a person. നിന്റെ അകത്ത് പോകുന്ന ഭക്ഷണം ഒരു മനുഷ്യനെ നശിപ്പിക്കുന്നില്ല. It does what it is supposed to do, and then a healthy person has the ability to push it out. So it doesn't affect your spirituality. ഒരു ആരോഗ്യമുള്ള മനുഷ്യനെ സംബന്ധിച്ച് എന്താണ് നടക്കാൻ പോകുന്നത്? അവൻ കഴിക്കുന്നു, കഴിച്ച് കുറെ കഴിയുമ്പോൾ അതങ്ങ് പുറത്തു പോകുന്നു. അത്രേ ഉള്ളൂ, അതിനപ്പുറത്തൊന്നുമില്ല. It doesn't make you holy, it doesn't defile you. അത് നിന്നെ വിശുദ്ധനാക്കുന്നതുമില്ല, നിന്നെ അശുദ്ധനാക്കുന്നതുമില്ല. What is it that then defiles a person? പിന്നെ എന്താണ് ഒരു വ്യക്തിയെ മലിനമാക്കുന്നത്? It is what comes out of him. ഒരുവന്റെ അകത്ത് നിന്ന് വരുന്നത്. And Jesus said how human beings, hidden human existence is corrupted with so many evil thoughts and passions. ഒരു യഥാർത്ഥ മനുഷ്യൻ എന്ന് പറയുന്നത് അനേകം ദുശ്ചിന്തകളാലും ഒത്തിരി മാലിന്യമായ കാര്യങ്ങളാലും അവൻ മലിനപ്പെട്ടിരിക്കുകയാണ്. അതാണ് അവനെ മലിനമാക്കുന്നത്. So there is only one God. അതുകൊണ്ട് ഒരൊറ്റ ദൈവമേ ഉള്ളൂ, And no other. മറ്റൊരു ദൈവമില്ല. Corollary effect, their idols are nothing. അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് വിഗ്രഹം എന്ന് പറയുന്നത് ഒരു വിഷയമേ അല്ല. And our own Lord Jesus said, you know, food doesn't defile a person. നമ്മുടെ സ്വന്തം കർത്താവ് പോലും പറഞ്ഞു, ഭക്ഷണം ഒരുവനെ മലിനമാക്കുന്നില്ല. Food doesn't matter. ഭക്ഷണം ഒരു കാര്യമേ അല്ല. It neither makes you holy, nor does it make you defile. നിന്നെ അത് വിശുദ്ധനാക്കുന്നതുമില്ല, അശുദ്ധനാക്കുകയുമില്ല. So then, അതിനുശേഷം there is nothing wrong in eating food that is served in the temple precincts. ഇങ്ങനെ ഒരു കൺക്ലൂഷനിൽ പലരും എത്തി. ക്ഷേത്രത്തിൽ അർപ്പിക്കുന്ന വിഗ്രഹാർപ്പിതം കഴിക്കുന്നത് ഒരു കുഴപ്പവും ഇല്ല എന്ന്. So they said, we have theological knowledge. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ദൈവശാസ്ത്രപരമായ അറിവുണ്ട്, We have doctrinal information. ഞങ്ങൾക്ക് ഉപദേശപരമായ കാര്യങ്ങൾ അറിയാം. So this knowledge sets us free to behave with authority and gives us the right to behave the way we want to behave. ഈ അറിവ് ഞങ്ങൾക്ക് എങ്ങനെ പെരുമാറണം, ഭക്തിയിൽ എങ്ങനെ പെരുമാറണം എന്നുള്ള അവകാശം നൽകുകയും ഞങ്ങൾക്ക് ബോധിച്ചതുപോലെ പെരുമാറാനുള്ള സ്വാതന്ത്ര്യം നൽകി തരികയും We have ചെയ്യുകയാണ്. confidence in our heart. ഞങ്ങളുടെ ഹൃദയത്തിനകത്ത് ഞങ്ങൾക്ക് വലിയ ഉറപ്പുണ്ട്. We know that this is how the word of God teaches it. ഇങ്ങനെ എങ്ങനെയാണ് ദൈവവചനം പഠിപ്പിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയാം. That knowledge gives us the freedom or the right or the authority to be free, not to be restrained by any of these taboos or fears. ഈ സ്വാതന്ത്ര്യത്തിന്റെ പരിജ്ഞാനം ഞങ്ങൾക്ക് എങ്ങനെയും ജീവിക്കാനുള്ള, സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാനുള്ള, എന്ത് ചെയ്യണമെന്ന് തെരഞ്ഞെടുക്കാനുള്ള അവകാശവും അധികാരവും നൽകി തരികയാണ്. Paul was in partial agreement with what they said. അത് വെച്ചാൽ അവർ
in partial agreement with what? Paul. പൗലോസിന് അവര് പറയുന്നതുമായിട്ട് ഭാഗികമായിട്ടൊരു സമ്മതമൊക്കെ ഉണ്ടായിരുന്നു. And he said, yes, there is only one God. അദ്ദേഹം പറഞ്ഞു, അതെ, ദൈവം ഒരുവൻ മാത്രമേ ഉള്ളൂ. That is technically called monotheism. അതിനെ ഏകദൈവ വിശ്വാസം എന്നാണ് വിളിക്കുന്നത്. You know, there is only one God. ഒരേ ഒരു ദൈവമേ ഉള്ളൂ. You know, according to the majority experience and tradition, monotheism is a crazy idea for a minority, whereas people thought there are too many gods and too many goddesses. ധാരാളം ദേവന്മാരും ദേവതമാരും ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു ബഹുജന സമക്ഷത്തിനിടയ്ക്ക് വളരെ ന്യൂനപക്ഷമായ ഒരു കൂട്ടം ആളുകളുടെ ഭ്രാന്തമായ ചിന്തയാണ് ഏക ദൈവം മാത്രമേ ഉള്ളൂ എന്നത് എന്നാണ് അവർ പറഞ്ഞിരുന്നത്. I think it is C.S. Lewis who made a statement like this. C.S. Lewis അതിനെക്കുറിച്ച് ഒരു പ്രസ്താവന ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. Christianity is not a man-made religion, it's a revealed religion. ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്നത് ഒരു മനുഷ്യനിർമ്മിതമായ മതമല്ല, അതൊരു വെളിപ്പെടുത്തപ്പെട്ട മതമാണ്. One of his reasons for that is അതിന്റെ ഒരു കാരണം, human beings, the greatest of thinkers, were so limited that they, when they thought about divine power, had to think of a God who makes rain, a God who is responsible for shining, a God who is responsible for harvest, a God who is responsible for one department of human life. അവർ ചിന്തിച്ചിരുന്നത് ഇത്രയും വലിയൊരു ദൈവമുണ്ടെങ്കിൽ ആ ദൈവം മഴ പെയ്യിക്കുന്ന ദൈവം, മിന്നലടിപ്പിക്കുന്ന ദൈവം, ഹാർവസ്റ്റിനെ സഹായിക്കുന്ന ഒരു ദൈവം, ഇങ്ങനെയൊക്കെയുള്ള ഒരു ദൈവം ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ അവർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. When human philosophers thought about divine powers, ദൈവിക ശക്തിയെക്കുറിച്ച് മാനുഷിക തത്വചിന്തകന്മാർ ആലോചിച്ചിരുന്നു. They did not, or they could not think of one God who is sufficient for all domains, all areas, everywhere. എല്ലാം ചെയ്യാൻ കഴിയുന്ന, എല്ലായിടത്തും എത്താൻ കഴിയുന്ന, എല്ലാറ്റിനെയും കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ദൈവം ഒരുവൻ മാത്രം മതി എല്ലാം ചെയ്യാനെന്ന് ചിന്തിക്കത്തക്ക വിധത്തിൽ അവർക്ക് കഴിയുകയില്ലായിരുന്നു. So they could not think of one person taking care of all the needs and affairs of the visible and invisible universe. അതുകൊണ്ട് ദൃശ്യവും അദൃശ്യവുമായ ഈ പ്രപഞ്ചത്തിന്റെ എല്ലാ മേഖലകളെയും കൈകാര്യം ചെയ്യാൻ ഒരു ദൈവം മതിയെന്ന് അവർക്ക് ചിന്തിക്കാൻ കഴിയത്തില്ല. Because they could not trust in the ability of a God to do all these, they created a God for each of these functions. അവർക്ക് ഇങ്ങനെ ഒരു ദൈവം എല്ലാം ചെയ്യാൻ കഴിവുള്ള ഒരു ദൈവത്തെ കുറിച്ച് ചിന്തിക്കാൻ കഴിയാത്തത് കൊണ്ട് ഓരോന്നിനും ഓരോ ദൈവത്തെ അവർ തന്നെ പടച്ചുണ്ടാക്കി. But when God revealed himself, എന്നാൽ ദൈവം അവനെ തന്നെ അവർക്ക് വെളിപ്പെടുത്തിയപ്പോൾ God said, I alone and no other. അവൻ പറഞ്ഞു, ഞാൻ മാത്രം, മറ്റൊരുത്തനും ഇല്ല. I am the creator. ഞാൻ സൃഷ്ടികർത്താവാകുന്നു. I am the God of grace and salvation. ഞാൻ കൃപയുടെയും രക്ഷയുടെയും ദൈവമാകുന്നു. And I am the one who judges everybody. ഞാൻ എല്ലാവരെയും ന്യായം വിധിക്കുന്നവനാകുന്നു. I alone and no other. ഞാൻ മാത്രം, മറ്റൊരുത്തനുമില്ല. That revelation of God given in the Old Testament, ഈ പഴയ നിയമത്തിൽ നൽകപ്പെട്ട ആ വെളിപ്പാട് Paul can never part with. പൗലോസിന് അതിൽ നിന്ന് അകന്നു നിൽക്കാൻ കഴിയത്തില്ല. So he is in part agreement with what the other party was saying. മറ്റു ആളുകൾ പറയുന്ന കാര്യത്തോടൊരു സമ്മതം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. But then let us see how Paul corrects this to bring about healing in the church. ആ സഭയ്ക്കകത്ത് ഈ വിഷയങ്ങൾക്കകത്തൊരു സൗഖ്യം വരുത്താൻ എങ്ങനെ പൗലോസ് അത് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. Can you please take me to slide number 6? This instrument is not helping me. 6ാമത്തെ സ്ലൈഡ്. Thank you. Paul's position is that the knowledge of our knowledge, whatever theological knowledge we have, whatever claimed knowledge we have, should be shaped by God's revelation in Christ, particularly the cross and the resurrection of Christ. പൗലോസിന്റെ നിലപാടെന്ന് പറയുന്നത് നമുക്കുള്ള അറിവ് അതെന്ത് തന്നെ ആയിരുന്നാലും, ദൈവശാസ്ത്രപരമായ ഏത് നിലവാരത്തിലുള്ള അറിവായിരുന്നാലും ആ അറിവ് സുവിശേഷ നിമിത്തം രൂപപ്പെടുത്തേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനമായി ക്രൂശിലെ വചനത്തിലൂടെ അതൊന്ന് രൂപഘടനപ്പെടുത്തേണ്ടതുണ്ട്. So he looks at the bad effects. Knowledge puffs up, it gives pride and arrogance, and therefore
it destroys some other people. ഈ അറിവിന്റെ ഒരു മോശമായ വശം എന്താണ്? അറിവ് നമ്മളെ ചീർപ്പിക്കുന്നു, അഹങ്കാരം ഉണ്ടാക്കുന്നു, മറ്റുള്ളവരെ മാനിക്കാൻ കഴിയാത്തവനാക്കുന്നു, ഏതോ ഒരു വിധത്തിൽ മറ്റൊരാളെ അത് തകർക്കാൻ പ്രേരിപ്പിക്കുക. Then Paul says knowledge is partial and imperfect. അദ്ദേഹം പൗലോസ് പറയുക, അറിവ് എന്ന് പറയുന്നത് ഭാഗികമാണ്, അത് തികഞ്ഞതല്ല. None of us knows as we ought to know. നമുക്ക് അറിയേണ്ടതുപോലെ ഒന്നും നമ്മൾ അറിഞ്ഞിട്ടില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. You know, as you study the scriptures and theology more and more, you'll find that, there is so much more to explore. നമ്മൾ ദൈവശാസ്ത്രങ്ങളും ദൈവവചനത്തിന്റെ ജ്ഞാനങ്ങളും ആഴമായി പഠിക്കുന്തോറും തിരിച്ചറിയുന്ന ഒരു കാര്യമുണ്ട്, ഇനിയും വേണ്ടത്ര നമ്മൾ അറിഞ്ഞിട്ടില്ല So എന്ന്. knowledge can destroy the knower, and the knowledge he has or she has is partial and imperfect. അറിവ് ആ അറിയുന്നവനെ തകർക്കാൻ സാധ്യതയുണ്ട്. കാരണം അറിവ് ഭാഗികമാണ്, അതൊരിക്കലും തികഞ്ഞതുമല്ല. And now Paul corrects it. See, in the revealed faith, our relationship with God is not just intellectual, it is relational, qualified as loving God. അപ്പോസ്തലൻ പൗലോസ് പറയുകയാണ്, നമ്മുടെ ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധം ഭൗതികമായതല്ല, സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഒരു ബന്ധമാണ്. And he says, knowledge puffs up, but love builds up. അറിവ് ചീർപ്പിക്കുന്നു, സ്നേഹം പണിതെടുക്കുന്നു. So he said, while knowledge is valuable, loving God expresses our relationship with God in a better way than all the statements we can make about God. അറിവ് വില കുറഞ്ഞൊരു കാര്യമല്ല എന്നിരിക്കുമ്പോൾ തന്നെ ദൈവത്വത്തിന്റെ പ്രദർശനം ആ ദൈവവുമായിട്ടുള്ള ബന്ധത്തെ കുറെ കൂടെ നന്നാക്കുകയാണ് ചെയ്യുന്നത്. So Paul says, if you love God, you are known by God. ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്ന പൗലോസ്, ഒരുത്തൻ ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിലോ ദൈവം അവനെ അറിഞ്ഞിരിക്കുന്നു. God doesn't, he is not saying if you love God, God loves you. No. നീ ദൈവത്തെ സ്നേഹിച്ചാൽ ദൈവം നിന്നെ സ്നേഹിക്കുന്നു എന്നല്ല. God loves us. ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. And we respond to that love by loving him. ആ സ്നേഹത്തോട് അവനെ സ്നേഹിച്ചുകൊണ്ടാണ് നമ്മൾ പ്രതികരിക്കുന്നത്. But to a group that was, underlining or highlighting knowledge so much, he said, if you love God, then God knows you. എന്നാൽ ഇവിടെ നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് അറിയാമോ? നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നു എങ്കിൽ ദൈവം നിങ്ങളെ അറിയുന്നു എന്നുള്ളതാണ്. That is what he repeats in Galatians chapter 4 verse 9. ഗലാത്യർ 4:9 ഇതേ കാര്യം പൗലോസ് ആവർത്തിക്കുകയാണ്. Before we came to know God, നാം ദൈവത്തെ അറിയുന്നതിന് മുൻപേ, and then he corrects it, no, rather than being known by God, ദൈവത്താൽ അറിയപ്പെടുന്നതിന് മുൻപേ, so that passive sense has greater value. അതൊരു ഭൂതകാലത്തിനകത്തൊരു വലിയ പ്രായോഗിക തലത്തിൽ ഒരു വലിയ വിലയുണ്ട്. Active voice, passive voice, it's difficult to say that in Malayalam. കർമ്മണി പ്രയോഗവും കർത്തരി പ്രയോഗവും. So to be know God or to be known by God, ദൈവത്തെ അറിയുന്നതും ദൈവത്താൽ അറിയപ്പെടുന്നതും രണ്ടാണ്. the verb know is the same, നോ എന്ന് അറിവ് എന്ന് പറയുന്ന ക്രിയ ഒന്നാണ്, but the subject and the object are different. പക്ഷേ കർത്താവും കർമ്മവും രണ്ടാണ്. God knows us. ദൈവം നമ്മെ അറിയുന്നു. That is, in an indirect way saying known by God. അതിന്റെ മറ്റൊരർത്ഥം ദൈവത്താൽ അറിയപ്പെടുക എന്നുള്ളതാണ്. So he says loving God means God knows us. ദൈവത്തെ സ്നേഹിക്കുന്നു എന്നതിന്റെ ആശയം ദൈവം നമ്മെ അറിയുന്നു. So Paul goes on to explain this structure. ഈ രൂപത്തെ വീണ്ടും ഈ ഘടനയെ അദ്ദേഹം വീണ്ടും വിശദീകരിക്കുകയാണ്. There is only one God, correct? ഒരേ ഒരു ദൈവമേ ഉള്ളൂ. But this God defines in his revelation a relationship with him. എന്നാൽ ഈ ദൈവം തന്റെ വെളിപ്പാടിൽ ഒരു ബന്ധത്തിന്റെ രൂപത്തിലാണ് വിശദീകരിക്കപ്പെടുന്നത്. Before he goes into that love relationship, he explains the Old Testament statement. ഈ സ്നേഹത്തിന്റെ ബന്ധത്തിലേക്ക് പോകുന്നതിന് മുമ്പ് പഴയ നിയമത്തിന്റെ ആശയത്തെ അദ്ദേഹം വിശദീകരിക്കുകയാണ്. He quotes Deuteronomy chapter 6 and verse 4. അദ്ദേഹം ആവർത്തന പുസ്തകം 6-ാം അധ്യായം 4-ാം വാക്യത്തെ ഉദ്ധരിക്കുകയാണ്. The Lord our God is one. നമ്മുടെ
ദൈവമായ കർത്താവ് ഏക കർത്താവ്. There is only one God. ഒരേ ഒരു ദൈവമേ ഉള്ളൂ. But then he says, how do you know that there is only one God? ഏക ദൈവമേ ഉള്ളൂ എന്ന് നിങ്ങൾ എങ്ങനെയാണ് അറിയുന്നത്? It is Jesus who told us there is only one God. യേശു നമ്മോട് പറഞ്ഞു ഒരു ദൈവമേ ഉള്ളൂ എന്ന്. And so he said, let's look at Deuteronomy 6 through Jesus. യേശു ക്രിസ്തുവിലൂടെ ആവർത്തന പുസ്തകം 6:4 അദ്ദേഹം നോക്കി കാണുകയാണ്. And he says, there is only one God. ഒരൊറ്റ ദൈവമേ ഉള്ളൂ. And he says, and that God is God the Father. അത് പിതാവായ ദൈവമാകുന്നു. There is only one Lord. ഒരേ ഒരു കർത്താവേ നമുക്കുള്ളൂ. And that Lord is Jesus Christ. അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. So what is Paul doing here? ഇവിടെ എന്താണ് പൗലോസ് വിശദീകരിക്കുന്നത്? You know abbreviations, ഈ അബ്രിവിയേഷൻസ്, രത്ന ചുരുക്കങ്ങൾ, short forms. ഷോർട്ട് ഫോംസ്. So in my school days there was a subject called general knowledge. അതെ, ഈ ചുരുക്കെഴുത്തുകൾ, General knowledge. ജനറൽ നോളജ്. നമ്മൾ തന്നെ So one aspect of general knowledge was abbreviations. ഈ ജനറൽ നോളജിന്റെ ഒരു മേഖല എന്ന് പറയുന്നത് ചുരുക്കെഴുത്തുകളാണ്. Who? ആര്? WHO. WHO ആണ് അതിന്. We have to explain World Health Organization. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എന്നാണ് അതിന്റെ വിശദീകരണം. UNESCO. And in the United Nations has all these short forms. അതിൽ USA എല്ലാം തന്നെ ഷോർട്ട് ഫോം ആണ്. And one question was BBC. ഒരു ചോദ്യം BBC. And a smart boy did not know the answer. ഒരു മിടുക്കനായ പയ്യൻ, പക്ഷെ അവൻ അതിന്റെ ഉത്തരം അറിയില്ലായിരുന്നു. I am not at all smart like him, don't worry. അവന്റെ അത്രയും ഞാൻ മിടുക്കനല്ല. He wrote BBC Britannia Biscuit Company. അദ്ദേഹം എഴുതി BBC എന്ന് പറഞ്ഞാൽ ബ്രിട്ടാനിയ ബിസ്ക്കറ്റ് കമ്പനി. You got the answer, no? നിങ്ങൾക്ക് മറുപടി കിട്ടിയല്ലോ. So there are abbreviations and expansions of that. അതുകൊണ്ട് ചുരുക്കെഴുത്തുകളും വിശദീകരണങ്ങളുമുണ്ട്. Here Paul gives an expansion of the abbreviation of Deuteronomy 6:4. ആവർത്തന പുസ്തകം 6:4 എന്ന ചുരുക്കെഴുത്തിന്റെ ഒരു വിശദീകരണം ഇവിടെ അപ്പോസ്തലനായ പൗലോസ് That നൽകുകയാണ്. it is an abbreviation expanded is not my own. I got it from one of my most respected professors. ഇത് എന്റെ വിശദീകരണമല്ല. ഈ അബ്രിവിയേഷനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്ന ഒരു പ്രൊഫസറിൽ നിന്ന് കിട്ടിയതാണ്. Actually it comes from N.T. Wright, not from me. It's Bishop N.T. Wright. N.T. Wright, W-R-I-G-H. Wright, അദ്ദേഹത്തിൽ നിന്നുമാണ് എനിക്കിത് കിട്ടിയത്. So Deuteronomy 6:4 is expanded through the spectacle of Jesus in 1 Corinthians 8, chapter 8 and verse 6. കൊരിന്ത്യ ലേഖനം 8-ാം അധ്യായം 6-7 വാക്യങ്ങളിലൂടെ ആവർത്തന പുസ്തകം 6:4 യേശുക്രിസ്തുവിന്റെ കണ്ണുകളിലൂടെ പൗലോസ് വിശദീകരിച്ചു. He takes portions of the Shema, Deuteronomy 6:4, and explains it. ക്ഷേമയുടെ ഭാഗങ്ങളെ, ക്ഷേമ പ്രഖ്യാപനത്തിന്റെ ഭാഗങ്ങളെ അദ്ദേഹം എടുത്ത് ക്രിസ്തുവിലൂടെ അദ്ദേഹം കൊരിന്ത്യ സഭയ്ക്ക് വിശദീകരിക്കുകയാണ്. There is only one God, Israel. ഇസ്രായേലെ ഒരേ ഏക ദൈവമേ നമുക്കുള്ളൂ. And when Paul looks at Israel's God through Jesus, he will say that one God is the Father from whom are all things and for whom all things exist. അതെ, ആ ഏക ദൈവം നാം യേശുക്രിസ്തുവിന്റെ കണ്ണുകളിലൂടെ അദ്ദേഹം നോക്കിയപ്പോൾ അദ്ദേഹം പറയുകയാണ്, ആ ഏക ദൈവം പിതാവായ ദൈവമാണ്, അവനത്രേ സകലത്തിനും കാരണഭൂതൻ. He is the God to whom Jesus prayed. യേശുക്രിസ്തു പ്രാർത്ഥിച്ച ആ ദൈവം ആ പിതാവാണ്. Jesus taught us to call this God our Father. ആ ദൈവത്തെ യേശു പിതാവേ എന്ന് വിളിക്കാൻ നമ്മെ പഠിപ്പിച്ചു. The Father of our God, of our Lord Jesus Christ, becomes our Father through the gospel. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവ് സുവിശേഷത്തിലൂടെ നമ്മുടെ പിതാവായി മാറിയിരിക്കുകയാണ്. And then he qualifies this. നമ്മൾ അവനെ യോഗ്യരാക്കി. He is the Father. അവൻ നമ്മുടെ പിതാവാണ്. Means he is the creator. അവൻ സൃഷ്ടികർത്താവാണ്. Everything is from him. എല്ലാം അവനിൽ നിന്നുണ്ടായി. And then he gives a purpose for anything he has created. അവൻ സൃഷ്ടിച്ച സകലത്തിനും അവനൊരു ഉദ്ദേശം നൽകുകയാണ്. Everything is for him, from him,
through him, and for him. അവനിൽ നിന്നും അവനിലൂടെയും അവങ്കലേക്കും. The destiny of anything created is to be found in the Creator God. സൃഷ്ടിക്കപ്പെട്ട എല്ലാത്തിന്റെയും അന്ത്യം സൃഷ്ടികർത്താവിലേക്കാകുന്നു. There is a lot for you to think about, and how to apply this. നമുക്ക് അതിനെക്കുറിച്ച് ഒത്തിരി ചിന്തിക്കാനുണ്ട്, എങ്ങനെ അത് പ്രായോഗികമാക്കാം എന്നതിനെക്കുറിച്ച്. But then in the Jewish Shema there is another statement, the Lord. ക്ഷേമപ്രഖ്യാപനത്തിലെ അടുത്ത കാര്യമാണ് കർത്താവ്. And then Paul explains this. പൗലോസ് അതിനെ വിശദീകരിക്കുന്നു. The Lord Jesus Christ. കർത്താവായ യേശു ക്രിസ്തു. The Lord, which is the name of God in the Shema, today is explained as the Lord Jesus Christ. ആ ഷേമായിലെ കർത്താവെന്ന് പറയുന്ന ആ ദൈവത്തെ അവൻ പൗലോസ് വിശദീകരിക്കുകയാണ്. യേശു ക്രിസ്തു എന്ന ഏക കർത്താവും നമുക്കുണ്ട്. Then he says, through whom we are, and all things exist through whom. And all things through whom all things exist. അവൻ മുഖാന്തരം സകലവും, അവൻ മുഖാന്തരം നാമും ആകുന്നു. So Deuteronomy 6:4 is explained. അതുകൊണ്ട് ആവർത്തന പുസ്തകം 6:4 അവിടെ വിശദീകരിക്കപ്പെടുകയാണ്. God, there is our Father whom Jesus taught us to call as Father. പിതാവായ ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെയാണ് യേശു പിതാവേ എന്ന് വിളിക്കാൻ നമ്മളെ പഠിപ്പിച്ചത്. The Lord is the Lord Jesus Christ. കർത്താവ് എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു. He begins Corinthians by addressing them together with all who call upon the name of the Lord Jesus Christ everywhere. ഒന്നാം അധ്യായത്തിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഇതാണ്, എല്ലായിടത്തും യേശു ക്രിസ്തുവിന്റെ കർത്താവിന്റെ നാമത്തിൽ വിളിക്കപ്പെട്ട എല്ലായിടങ്ങളിലുമുള്ളവർ. So Christians are those who pray to the Lord Jesus Christ. ക്രിസ്ത്യാനികൾ കർത്താവായ യേശു ക്രിസ്തുവിനോടാണ് പ്രാർത്ഥിക്കുന്നത്. The gospel says, if you believe in your heart that God raised him from the dead, and if you confess with your mouth that Jesus Christ is Lord, then you will be saved. റോമാലേഖനത്തിൽ ഇങ്ങനെ പറയുന്നു, കർത്താവായ യേശുവിനെ കർത്താവെന്ന് നിങ്ങൾ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന് നിങ്ങൾ വായ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുമെങ്കിൽ നിങ്ങൾ രക്ഷിക്കപ്പെടും. Faith in your heart and confessing the name of Jesus is what salvation is. ഹൃദയത്തിൽ നിന്റെ വിശ്വാസം വായ് കൊണ്ട് യേശുക്രിസ്തു കർത്താവെന്ന് ഏറ്റുപറയുമ്പോഴാണ് രക്ഷയായി പരിണമിക്കുന്നത്. And then you look at the other statements in the scriptures. ആ തിരുവെഴുത്തിലെ മറ്റ് പ്രസ്താവനകളെ നോക്കുമ്പോൾ the most important one may I say is Philippians chapter 2 verses 6 to 11. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 9-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും. He who was in the form of God, ദൈവരൂപത്തിലിരുന്നവൻ, who did not cling on to his equality with God, അതിനെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ, but who emptied himself, അവൻ തന്നെത്താൻ ഒഴിച്ച് became a human being, വേഷത്തിൽ മനുഷ്യനായി, became a servant or a slave, ഒരു ദാസരൂപം എടുത്ത്, and who became obedient, അവൻ അനുസരണമുള്ളവനായി, even obedient to the point of death, even on a cross. ക്രൂശിലെ മരണത്തോളം തന്നെത്താൻ താഴ്ത്തി. Therefore God exalted him. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി. He exalted him above everyone and everything else, സകല നാമത്തിനും സകലത്തിനും മീതെ ഉയർന്ന നാമം, and gave him the name that is above every other name. എല്ലാ നാമങ്ങൾക്കും മീതെ ഒരു ഉയർന്ന നാമം യേശുവിന് നൽകി. That at the name of Jesus every knee shall bow. അങ്ങനെ യേശുവിന്റെ നാമത്തിങ്കൽ every knee shall bow, എല്ലാ മുഴങ്കാലും മടങ്ങും, and every tongue confess എല്ലാ നാവും ഏറ്റുപറയും that Jesus Christ is Lord. യേശു ക്രിസ്തു കർത്താവെന്ന്. So this is a Christian prayer style. ഇതാണ് ക്രിസ്തീയ പ്രാർത്ഥനയുടെ ശൈലി. They pray to the Lord Jesus Christ. കർത്താവായ യേശുവിനോട് പ്രാർത്ഥിക്കുന്നു. They believe the gospel and confess that Jesus Christ is Lord. സുവിശേഷത്തെ വിശ്വസിച്ച് യേശു ക്രിസ്തു കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയാണ്. In their worship services they celebrate the incarnation, the crucifixion and the exaltation of Jesus. അതുകൊണ്ട് അവരുടെ ആരാധനകളിൽ അവർ ദൈവത്തിന്റെ മനുഷ്യാവതാരത്തെയും അവന്റെ മരണത്തെയും അവന്റെ ഉയർത്തെഴുന്നേൽപ്പിനെയും ആഘോഷിക്കുകയാണ്. And this Paul says is a name above every other name. ഈ പൗലോസ് പറയുക മറ്റെല്ലാ നാമങ്ങളെക്കാളും ഈ നാമം ഉന്നതമാകുന്നു. What is happening here? ഇവിടെ എന്താ സംഭവിക്കുന്നത്? Jesus is the only one who shares in the name of God. ദൈവത്തിന്റെ നാമം പങ്കുവെക്കുന്ന ഒരേ ഒരുവൻ നമ്മുടെ കർത്താവായ യേശുവാണ്. You know that I should be very careful here. Lot of Jewish names had in part
the name of God. ഈ യഹൂദന്മാരുടെ ഒത്തിരി യഹൂദന്മാർക്ക് ഈ ദൈവത്തിന്റെ നാമത്തിന്റെ ഒരു അംശം കൂടെ ചേർന്ന പേരിട്ടിരിക്കുന്നത്. Some type of El or Yah or they will have is applying the name of God to a human being. പല മനുഷ്യർക്കും ദൈവം എന്നുള്ള അർത്ഥത്തിലുള്ള പേരിന്റെ ആ യഹൂദ രൂപം, എബ്രായ ഭാഷയുടെ രൂപം അവരുടെ പേരുകളിൽ ചേർത്തിട്ടുണ്ട്. So likewise, Jewish names also had some association with God, which will have some type of an El attached to it or some Yah attached to it. പലരുടെയും ഇസ്രായേലിലെ പഴയ യഹൂദന്മാരുടെ പലരുടെയും പേരിനകത്ത് ദൈവത്തിന്റെ നാമത്തെ കുറിക്കുന്ന ഏൽ എന്നും യാഹ് എന്നും ഒക്കെ മുൻപിലോ പുറകിലോ ഒക്കെ ചേർന്ന് വരാറുണ്ട്. Not on its own, but as a compound. അതൊരു അത് മാത്രമായിട്ടല്ല, ഒരു സങ്കലനമായിട്ട്. But nobody ever was given this name, the Lord. എന്നാൽ ആർക്കും തന്നെ കർത്താവ് എന്ന നാമം നൽകപ്പെട്ടിട്ടില്ല. Jews would never even utter that. They will only call it Adonai, Adonai. അവന് ആ യഹോവ എന്നുള്ള ആ പേര് പോലും, ആ വാക്ക് പോലും അവർ ഉച്ചരിക്കത്തില്ല. പകരം അഡോനായി എന്നത് മാത്രമേ അവർ പറയത്തുള്ളൂ. But then in the gospel of Jesus, എന്നാൽ യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിൽ what does the resurrection do? എന്താണ് ഉയർത്തെഴുന്നേൽപ്പ് ചെയ്തത്? The church sees the fulfillment of the psalm. The Lord said to my Lord, sit at my right hand till I make a footstool of your enemies. സങ്കീർത്തനം ഇങ്ങനെ പറയുകയാണ്, കർത്താവിന്റെ കർത്താവിനോട് അരുളി ചെയ്തു, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം എന്റെ വലത്തുഭാഗത്തിരിക്ക എന്നുള്ള സങ്കീർത്തന വാക്യം സുവിശേഷത്തിൽ നിവർത്തിക്കപ്പെടുന്നത് സഭ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു. There were myriads and thousands of angels. Nobody has the name of Yahweh given to that. അതെ, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് സ്വർഗീയ ദൂതന്മാരുണ്ട്. അവർക്കാർക്കും യാവേ എന്നുള്ള നാമം നൽകപ്പെട്ടിട്ടില്ല. Only one. ഒരേ ഒരുവന് മാത്രം. Only one. ഒരേ ഒരുവന് മാത്രം. Jesus Christ crucified, risen and raised back to life. മരിച്ചടക്കപ്പെട്ട് ജീവനിലേക്ക് ഉയർത്തെഴുന്നേറ്റ് തിരിച്ചു വന്ന യേശു ക്രിസ്തുവിന് മാത്രമേ ആ പേര് നൽകപ്പെട്ടിട്ടുള്ളൂ. He is given this name. അവൻ ആ പേര് അവന് നൽകി. And God expects everyone to bow at his feet. മാത്രമല്ല ദൈവം പ്രതീക്ഷിക്കുന്നത് സകലരും അവന്റെ മുൻപിൽ വീഴണം. And confess Jesus is Lord. യേശു കർത്താവെന്ന് ഏറ്റുപറയണം. And that is the way to worship God. അങ്ങനെ അതിലൂടെ ദൈവത്തെ നിങ്ങൾ ആരാധിക്കണം. When we worship Jesus, we worship God. നമ്മൾ യേശുവിനെ ആരാധിക്കുമ്പോഴാണ് വാസ്തവത്തിൽ ദൈവത്തെ ആരാധിക്കുന്നത്. Wow. Oh, there are so many Jewish stories about going to heaven and coming back. സ്വർഗ്ഗത്തിൽ പോയി മടങ്ങി വരുന്നതിനെ കുറിച്ച് ധാരാളം യഹൂദ കഥകൾ നമുക്ക് കാണാൻ പറ്റും. Which one shall I say? I'll tell you one and then proceed with my topic. It is not in my sermon outline. എൻ്റെ പ്രസംഗ കുറിപ്പിനകത്തതില്ലെങ്കിലും അതിന് പുറത്തുനിന്നൊരു കഥ ഞാൻ പറയാം. One story is about some scholars who, when they had mystical experiences, like Paul says he went to the third heaven and all. Some Jewish mystics were promoted to glory to get a vision of the heavenly palace. ഒരു കഥ എന്ന് പറയുന്നത് യഹൂദന്മാരിലെ ചില വലിയ മതഭക്തന്മാരായ ചില മിസ്റ്റിക്കുകൾ, ഗൂഢമതം സന്യാസി വര്യന്മാരെ പോലെയുള്ള ആളുകൾ, some charismatics among them. Tell them, some charismatics who had visions and other things. അവർക്കൊരു ആത്മവിവശത ഉണ്ടായി. സ്വർഗത്തിലേക്ക് അവർ പോയി. So 3 of them went. 3 പേര് പോയി. One died. ഒരാൾ മരിച്ചു. Another got punished. ഒരാൾ ശിക്ഷിക്കപ്പെട്ടു. And the third fellow tells the story. മൂന്നാമത്തെ ആളാണ് കഥ പറയുന്നത്. Why did the fellow die? ആ ആൾ മരിച്ചവൻ എന്തുകൊണ്ടാണ് മരിച്ചത്? When he went to heaven, these fellows went to heaven. ഈ ആള് സ്വർഗത്തിൽ പോയപ്പോ they saw lot of glorious angels. ധാരാളം മഹത്വം നിറഞ്ഞ തേജസ്സേറിയ ദൂതന്മാരെ അവർ കണ്ടു. You know, in the Old Testament there is a concept of the angel or the presence. നമുക്കറിയാം പഴയ നിയമത്തിൽ സന്മുഖ ദൂതൻ എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. So somebody who sees God face to face or stands in his presence. ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ദൈവത്തെ മുഖാമുഖം കണ്ട് അവന്റെ സാന്നിധ്യത്തിൽ നിൽക്കുന്നതിനെ കുറിച്ചാണ് അത് പറയുന്നത്. Once one fellow saw that there were several thrones in heaven. അവിടെ സ്വർഗത്തിൽ ധാരാളം സിംഹാസനങ്ങൾ ഇരിക്കുന്നത് കണ്ടു. And then he said, Ambambada, are there more thrones? And he died. എടാ പൊന്നെ, ഇത്രയും സിംഹാസനങ്ങൾ ഉണ്ടായിരുന്നു പറഞ്ഞതും അവൻ മരിക്കുകയും ചെയ്തു. Because he questioned the uniqueness of God. He did not know well, but he did not confess monotheism. അവന് നന്നായിട്ട് അറിയത്തില്ലാത്തത് കൊണ്ട് അവൻ ഏകദൈവത്തെ കുറിച്ചുള്ള പ്രസ്താവന വേണ്ട വിധത്തിൽ അവൻ പറഞ്ഞില്ല. അതുകൊണ്ടാണ് അവൻ മരിച്ചത്. So the other was punished because of very similar misunderstanding. മറ്റൊരാൾ ശിക്ഷിക്കപ്പെട്ടത് തുല്യമായ ഒരു തെറ്റിദ്ധാരണയിലൂടെയാണ്. You see,
These mystics claim to have seen so many glorious figures, but there is one alone who is unique, and he is the God of Israel. എന്നാൽ ഇത്രയും പോയ ആളുകൾ പറഞ്ഞു ധാരാളം മുഖങ്ങളെ അവിടെ കണ്ടെങ്കിലും ഒരെണ്ണം നിസ്തുല്യമായതാണ്, മറ്റാരോടും താരതമ്യപ്പെടുത്താൻ കഴിയാത്തതാണ്, അവനാണ് ഇസ്രായേലിന്റെ ദൈവം. But what is the gospel? പക്ഷെ സുവിശേഷം എന്താണ്? You don't need to go to heaven to bring the Messiah down. മശിഹായെ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറക്കേണ്ടതിന് നീ സ്വർഗ്ഗത്തിലോട്ട് കയറിയൊന്നും പോകണ്ട. You don't need to go to the Hades to bring the Messiah back to life. കർത്താവിനെ പാതാളത്തിൽ നിന്ന് ആര് കയറ്റുമെന്ന് വിചാരിച്ച് അങ്ങോട്ടും ഇറങ്ങി ചെല്ലണ്ട. It is there in the word that is proclaimed to you. വചനം നിന്റെ വായിൽ നിനക്ക് പ്രസ്താവ്യമായി സമീപമായിട്ടുണ്ട്. And that word is the revelation of who Jesus is. അത് യേശു ആരെന്നുള്ള വെളിപ്പാടിന്റെ വചനമാണ്. And that revelation of Jesus is the fullest revelation of God. ആ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാടാണ് ദൈവത്തെ കുറിച്ചുള്ള സമ്പൂർണ്ണമായ വെളിപ്പാട്. He alone shares the name of God. അവൻ മാത്രമാണ് ദൈവത്തിന്റെ നാമത്തെ വഹിക്കുന്നവൻ. What is in a name? What is in a name? അത് ഒരു നാമത്തിൽ എന്താണുള്ളത്? Some people there is nothing in a name. ചിലർ വിചാരിക്കുന്ന പേരാണ്, ആ പേരൊന്നും ഇല്ലെന്നേ. Some people have asked me, what is the name of your name? What is the meaning of your word Idi? ചിലരിനോട് ചോദിച്ചു, ഇടി നിന്റെ പേര് ഇടി എന്നതിന്റെ അർത്ഥം എന്താണ്? I said it is a nonsensical combination of syllables which was some of my forefathers combined. Nobody knows the mystery behind it. Take it like speaking in tongues or something like that. എന്തോ അതിന്റെ അർത്ഥമൊന്നും എനിക്ക് അറിയത്തില്ല, എന്റെ അപ്പനമ്മമാർക്ക് അങ്ങനെ തോന്നി അവർ ഇട്ടു എന്നേ ഉള്ളൂ, അതിന്റെ ആശയമൊന്നും എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞു. Once I tried to explain the meaning of Idi as Kuncharia or small Charia, and a Catholic father said, don't be presumptuous, okay? A great linguist told me, no, that's not the way to look at it. So there are so many names. What is your name? Gigi, Joji, Juju, Jiju, Joj, നമ്മുടെ പേരുകൾ നമുക്കറിയാലോ പലതരത്തിൽ. Saji, Suja, Soji. ഒരർത്ഥമില്ലാത്ത. Take 2 consonants and fill it with some Malayalam vowels, you get a Kerala name. ചില വ്യഞ്ജനാക്ഷരങ്ങളും സ്വരാക്ഷരങ്ങളുടെ കൂട്ടിച്ചേർക്കുമ്പോൾ കേരളത്തിലെ ഒരാളുടെ പേര് കിട്ടും. What is in a name for a Malayali? There are 2 consonants or 3 consonants and some meaning, some vowels filled in by some uncle or auntie. ഒരു മലയാളിയെ സംബന്ധിച്ചുള്ള പേരെന്ന് പറയുന്നത് മലയാളത്തിലെ കുറെ വ്യഞ്ജനാക്ഷരങ്ങളും കുറച്ച് സ്വരാക്ഷരങ്ങളുടെ കൂട്ടിക്കലർത്തി ഒരു അങ്കിളോ ആന്റിയോ ഇടുമ്പോൾ ഒരു പേരാകും. But is that? അതാണോ? As far as the Jews were concerned, യഹൂദന്മാര് പരിഗണിക്കുന്ന വിഷയങ്ങളെ സംബന്ധിച്ച് the name was the person. ആ പേരാണ് ആ വ്യക്തി. It is the identity of the person. ആ വ്യക്തിയുടെ അടയാളമാണ്, വ്യക്തിത്വമാണ് ആ പേര്. It's the character of the person. ആ വ്യക്തിയുടെ സ്വഭാവമാണ് ആ പേര്. It is how he works. It is his identity and character and therefore uniqueness. അവന്റെ പേര്, അവൻ എങ്ങനെ പ്രവർത്തിക്കുന്നു, അവന്റെ സ്വഭാവം എന്താണ്, വ്യക്തിത്വം എന്താണ്, അതാണ് ആ പേരിലൂടെ വെളിപ്പെടുന്നത്. Yahweh Adonai, the Lord, is the name of the living God. യാഹ്വേ അഡോനായി, ലോർഡ്, കർത്താവ് എന്ന് പറയുന്നത് ജീവനുള്ള ദൈവത്തിന്റെ നാമമാണ്. When Jesus is called the Lord, the revelation is here is someone who participates in the identity of God. ഇവിടെ യേശുവിനെ കർത്താവ് എന്ന് പറയുമ്പോൾ അതിന്റെ വിശദീകരണം എങ്ങനെയാണ്? ദൈവത്തിന്റെ സ്വഭാവത്തെ, ദൈവത്വത്തെ പങ്കുവെക്കുന്ന ഒരുവൻ എന്നാണ് അവന്റെ അർത്ഥം. He has the name of God. അവന് ദൈവത്തിന്റെ നാമമുണ്ട്. He has a character of God. ദൈവത്തിന്റെ സ്വഭാവമുണ്ട്. He has a function of God. ദൈവത്തിന്റെ പ്രവൃത്തിയുണ്ട്. He has the authority of God. ദൈവത്തിന്റെ അധികാരമുണ്ട്. He is not a duplicate God, but he is one with God. അവനൊരു കോപ്പി ദൈവമല്ല, അവൻ ദൈവം, അവൻ തന്നെ ദൈവമാകുന്നു. That is why he would say there is only one God. അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായി പറയാൻ പറ്റും, ഏക ദൈവമേ ഉള്ളൂ. But we understand him through Jesus as God our Father and the Lord Jesus എന്നാൽ Christ. അവനെ കർത്താവായ യേശുക്രിസ്തുവിലൂടെ പിതാവായ ദൈവമെന്നും യേശുവിനെ കർത്താവെന്നും നമ്മൾ അറിയുകയാണ്. That is why Paul would say Jesus is the one in whom all the fullness of God dwells in bodily form. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത് യേശു ക്രിസ്തുവിൽ ദൈവത്വത്തിന്റെ സകല സമ്പൂർണതയും ദേഹരൂപത്തിൽ വസിക്കുന്നു. And if you place the comma and full stop properly in Romans 9:5, Paul would be saying the Messiah who is God be praised
for all the time. റോമർ 9:5 വാക്യത്തിൽ അവൻ കോമയും അതിന്റെ വിരാമ ബിന്ദുവൊക്കെ ഇടേണ്ട സ്ഥലത്ത് കൃത്യമായിട്ട് നിങ്ങൾ ഇടുകയാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാകും, മശിഹ അവൻ ദൈവമാണ്, അവൻ അനുഗ്രഹിക്ക The വാഴ്ത്തപ്പെട്ടവനാണ്. Messiah who is God over all. മെസ്സിഹ എല്ലാറ്റിനും മീതെ ദൈവമാകുന്നു. David was not over all. ദാവീദ് എല്ലാറ്റിനും മുകളിലല്ല. Solomon was not over all. സലോമൻ എല്ലാറ്റിനും മുകളിലല്ല. But this unique crucified and risen Messiah, he is God over all. എന്നാൽ ഈ ക്രൂശിക്കപ്പെട്ട് അമരിച്ചുയർത്തെഴുന്നേറ്റ യേശു സകലത്തിനും മീതെ ദൈവമാകുന്നു. That is how Paul understands Deuteronomy or understands the phrase, there is only one God. ഇങ്ങനെയാണ് ആവർത്തന പുസ്തകത്തെയും ദൈവം ഏകനെന്നുള്ള പ്രസ്താവനയെയും പൗലോസ് മനസ്സിലാക്കുന്നത്. Then he says, if you really know God or if you love God, this understanding of Jesus and God through Jesus will shape your love for God and your knowledge of how you behave on earth. പിന്നീട് പൗലോസ് പറയുകയാണ്, നിങ്ങൾ ഇങ്ങനെ വാസ്തവത്തിൽ ദൈവത്തെ അറിഞ്ഞിരിക്കുന്നുവെങ്കിൽ, നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ, നിങ്ങൾ യേശു ക്രിസ്തുവിലൂടെ ദൈവത്തെ അറിയുകയും ആ ദൈവത്തെ നിങ്ങൾ പൂർണ്ണമായി അനുഗമിക്കുകയും ചെയ്യുവാൻ കഴിയും. What is the love that this Messiah God brought to us? ക്രിസ്തുവിലൂടെ നമുക്ക് ദൈവം തന്ന സ്നേഹം എന്താണ്? Chapter 8 and verse 11. 1 കൊരിന്ത്യർ 8:11. Christ died, the Messiah died for the weak. The strong gave up himself for the weak and vulnerable. അതെ, ക്രിസ്തു ബലഹീനർക്കു വേണ്ടി മരിച്ചു എന്നാണ്. And in 2 Corinthians chapter 5 and verse 14. 2 കൊരിന്ത്യർ 5 and 14. 5:14 വാക്യം. Paul says, one died for all. ക്രിസ്തു എല്ലാവർക്കും വേണ്ടി ഒരുവൻ So മരിച്ചിരിക്കുന്നു. all died in him. So പൗലോസും അവനിൽ, നമ്മൾ എല്ലാവരും അവനിൽ മരിച്ചിരിക്കുകയാണ്. so that those who live അതുകൊണ്ട് ജീവിച്ചിരിക്കുന്നവർ might no longer live for themselves, ഇനി അവർക്കായിട്ടല്ല ജീവിക്കുന്നത്, but for the one who died for them and gave himself up for them. അവർക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത് മരിച്ച് ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കണം. Paul underlines the Messiah died for the weak because he loved them and he cared for them. പൗലോസ് അടിവരയിട്ട് പറയുകയാണ്, യേശു ബലഹീനർക്കു വേണ്ടി മരിച്ചു, കാരണം അവൻ അവരെ സ്നേഹിക്കുന്നു, അവൻ അവരെ കരുതുന്നു. What is he saying? എന്താണ് അദ്ദേഹം If you പറയുന്നത്? really know that there is only one God through the gospel, സുവിശേഷത്തിലൂടെ ഒരേ ഒരു ദൈവമേ ഉള്ളൂ എന്ന് നിങ്ങൾ വാസ്തവമായി അറിയുമ്പോൾ, then you must love God. നീ ദൈവത്തെ സ്നേഹിക്കണം. Love God with all your heart, all your strength and all your soul. പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ മനസ്സോടെ നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കണം. And the knowledge of God is given to us through the love of the Son of God. ദൈവപുത്രന്റെ സ്നേഹത്തിലൂടെയാണ് ദൈവത്തെക്കുറിച്ചുള്ള അറിവ് നമുക്ക് നൽകപ്പെട്ടത്. That was a total self-giving love. അവർ പൂർണ്ണമായും സ്വയം അർപ്പിക്കുന്ന സ്നേഹം. Therefore, he who brings us the knowledge of God also shows us how to love God and one another. അതുകൊണ്ട് ദൈവത്തിന്റെ പരിജ്ഞാനം നമുക്ക് നൽകിയ അതേ കർത്താവ് പിതാവായ ദൈവത്തെ എങ്ങനെ സ്നേഹിക്കണം എന്നുള്ള പരിജ്ഞാനവും ക്രിസ്തുവിലൂടെ നമുക്ക് നൽകുകയാണ്. So Paul would say, knowledge that expresses itself as love is true faith in God. അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, ആമേൻ, അറിവ് ദൈവത്തെ സ്നേഹിക്കുന്നതിലൂടെ വെളിപ്പെടുത്തുന്നതാണ് യഥാർത്ഥത്തിലുള്ള പരിജ്ഞാനം. So he says, consider the socially weak and vulnerable. ഒരു സാമൂഹികമായി ദുർബലനായി അല്ലെങ്കിൽ ബലഹീനനായി കാണപ്പെടുന്ന ഒരാളെ പരിഗണിക്കുമ്പോൾ, if your freedom or authority leads a vulnerable or weak person to be destroyed through sin, then you are not living true faith, confessing true faith or acting in love. നിനക്ക് സ്വാതന്ത്ര്യം ഉണ്ടെന്ന് വെച്ച് ഒരു ബലഹീന മനസ്സനോ ഒരു വിശ്വാസത്തിൽ ദുർബലനോ ആയ ഒരാള് അവന്റെ വിശ്വാസ ജീവിതം തകർക്കപ്പെടുന്നുവെങ്കിൽ അവന്റെ അർത്ഥം നീ വാസ്തവമായി ദൈവത്തെ സ്നേഹിക്കുന്നില്ല എന്നാണ്. You go to the social event, നിങ്ങൾ സാമൂഹിക പരിപാടികളിലൊക്കെ പോകുന്നുണ്ട്, and somebody sees you go there. നിങ്ങൾ അവിടെ പോകുന്നത് ഒരാൾ കാണുന്നു. Because it was very difficult for him to leave company with that temple community and come out. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ച് ക്ഷേത്രത്തിലെ സമൂഹവുമായിട്ട് ഒരുമിച്ച് ജീവിക്കുന്നതും ഭക്ഷണത്തിനിരിക്കുന്നതും വളരെ തെറ്റായ ഒരു കാര്യമാണ്. His family threw him out. ആ കുടുംബം അവനെ പുറത്തു കളയും. And his father said, don't come even for my funeral.
അപ്പൻ പറഞ്ഞു നീ എന്റെ മരണത്തിന് പോലും വന്നേക്കരുത്. And he is disenfranchised. He doesn't get an inheritance. അവന് ഒരു അവകാശവും അവന് ലഭിച്ചില്ല. He has been thrown out of his home because he believes in Jesus. യേശുവിൽ വിശ്വസിക്കുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് തന്റെ കുടുംബത്തിൽ നിന്ന് അവൻ പുറത്താക്കപ്പെട്ടു. Then he sees you, district pastor, center pastor, going there and enjoying a nice meal. ആ മനുഷ്യൻ കാണുകയാണ് ഡിസ്ട്രിക്ട് പാസ്റ്ററായ നീ, സെൻട്രൽ പാസ്റ്ററായ നീ ക്ഷേത്രത്തിലെ വിരുന്നിന് ഭക്ഷണത്തിന് ഇരിക്കുകയാണ്. He will begin to wonder, what a fool I am. അപ്പൊ ഈ മനുഷ്യൻ ചിന്തിക്കും, ഞാൻ എന്തൊരു മണ്ടനാണ്. If pastor goes in, he can conduct communion, but if I go in, will they not think that I am worshipping the idol? കർത്തൃമേശ നടത്തുന്ന പാസ്റ്റർക്ക് അവിടെ പോയി ഇരിക്കാമെങ്കിൽ വിഗ്രഹാരാധിച്ച കുടുംബത്തിൽ നിന്ന് എനിക്കെന്തുകൊണ്ടായിക്കൂടാ? So he may be tempted. അതുകൊണ്ട് അവൻ പ്രലോഭിപ്പിക്കപ്പെടാം. If pastor can, why can't I? പാസ്റ്റർക്ക് കഴിയുമെങ്കിൽ എനിക്കെന്തുകൊണ്ടായിക്കൂടാ? Pastor goes with the knowledge there is only one God and no other. പാസ്റ്റർ അവിടെ പോയത് ഒരു ദൈവം മാത്രമേ ഉള്ളൂ, മറ്റൊരുവനും ദൈവമില്ല എന്ന അറിവിൽ നിന്നാണ്. He is not confident like that. എന്നാൽ ആ മനുഷ്യന്, ബലഹീന മനുഷ്യന് അങ്ങനെയുള്ള ഒരു ഉറപ്പില്ല. Actually, he avoids that route because he is afraid when he sees the temple, he will be attracted towards that. വാസ്തവത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങളെ അദ്ദേഹം ഉപേക്ഷിച്ച് തന്നെ അത് കണ്ടാൽ വീണ്ടും പോകാൻ പ്രേരിക്കപ്പെടുമോ എന്നുള്ള ഭയം കൊണ്ടാണ്. So if he enters it, അപ്പോൾ അദ്ദേഹം അതിനകത്ത് പ്രവേശിച്ചാൽ he will not be having a conscience clear dinner there. He will be having a troubled dinner which will push him into getting closer and closer with the deity he abandoned. അദ്ദേഹം ആ വിരുന്നിലേക്ക് ഒരു ദുർബല മനസാക്ഷിയോടെ പ്രവേശിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഹൃദയത്തിന്റെ വിശ്വാസം ക്ഷയിക്കുകയും അവൻ ഒരിക്കൽ ഉപേക്ഷിച്ചിട്ട് വന്ന ആ ദൈവവിശ്വാസങ്ങളിലേക്ക് പിന്നെയും പിന്നെയും താൻ വലിച്ച് അടുപ്പിക്കപ്പെടുകയും ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. Paul says, when your freedom destroys the faith of somebody else, you are not acting in love, for your knowledge does not produce love for God and love for the neighbor. നിങ്ങളുടെ വിശ്വാസവും നിങ്ങളുടെ അറിവും ഒരു ബലഹീന സഹോദരനെ ദൈവത്തോട് അടുപ്പിക്കാതെ അവനെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ വാസ്തവമായി ദൈവത്തെ സ്നേഹിക്കുന്നില്ല. And Paul makes a very radical statement here. അതിനേക്കാളും സമൂലമായ ഒരു വലിയ പ്രസ്താവന പുള്ളിക്കാരൻ പറയുകയാണ്. You may be claiming to love God. നിങ്ങൾ പറയുന്നു നീ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന്. But if you truly love God, you will love those whom God loves. നീ വാസ്തവമായി ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ദൈവം സ്നേഹിക്കുന്ന സകലരെയും നീ സ്നേഹിക്കണം. So Paul would say, I in love will surrender my freedom and rights for the security, concern, welfare and spiritual progress of the weak and the vulnerable. അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, ഞാൻ എൻ്റെ സ്വാതന്ത്ര്യത്തെയും എൻ്റെ പരിജ്ഞാനത്തെയും ബലഹീന മനസാക്ഷിയുള്ള ദുർബല വിശ്വാസമുള്ള ഒരു മനുഷ്യൻ നശിച്ചു പോകാതിരിക്കേണ്ടവന് എൻ്റെ അറിവിനെയും സ്വാതന്ത്ര്യത്തെയും ഞാൻ അടിമപ്പെടുത്തുകയാണ്. I am knowledgeable and I love God, therefore I will consider the effect of my actions on others. ഞാൻ അറിവുള്ളവനാണ്, എനിക്ക് പരിജ്ഞാനമുണ്ട്, ഉറപ്പുണ്ട്, പക്ഷേ എൻ്റെ ഈ അറിവ് വേറെ ആരെങ്കിലും ദോഷമായി ബാധിക്കുമോ എന്നുള്ളതാണ് ഞാൻ ഇപ്പോൾ പരിഗണിക്കുന്നത്. Christ's love is a life that is poured out will shape and restrict my freedom. ക്രിസ്തുവിന്റെ സ്നേഹം എൻ്റെ ജീവിതത്തെ രൂപപ്പെടുത്താനും എൻ്റെ സ്വാതന്ത്ര്യത്തെ പരിമിതപ്പെടുത്താനുമായി നൽകപ്പെട്ടിരിക്കുകയാണ്. So let love build up when knowledge puffs up. അറിവ് ചീർപ്പിക്കുമ്പോൾ സ്നേഹം നമ്മളെ പണിയട്ടെ. Because when we love God and we know Him and we build the community. അതുകൊണ്ട് നാം ദൈവത്തെ സ്നേഹിക്കുന്നു, അവനെ അറിയുന്നു, സമൂഹത്തെ നാം പണിയുകയാണ്. Let me take you through some practical applications which may have some relevance for us. നമുക്ക് വേണ്ടിയതായ ചില പ്രായോഗിക വശങ്ങളിലൂടെ ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. This is a very difficult area. ഇത് വളരെ പ്രയാസമുള്ള ഒരു ഏരിയയാണ്. Because this can become a cluster bomb to treat anybody, any behavior you don't like. നിങ്ങൾ ഇഷ്ടപ്പെടാത്ത പല കാര്യങ്ങളെയും അറ്റാക്ക് ചെയ്യുന്ന ഒരു ക്ലസ്റ്റർ ബോംബ് പോലെയാണ്. So suppose you don't like somebody's hairstyle. ചില ആളുകളുടെ ഹെയർ സ്റ്റൈൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്ന് വിചാരിക്കും. You can use this cluster bomb. ഈ ക്ലസ്റ്റർ ബോംബ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. So there are some universal medicines, anything you prescribe that. ചില
ആഗോള മരുന്നുകളുണ്ട്. എന്ത് അസുഖം വന്നാലും അത് തന്നെ ഒറ്റമൂലി എന്ന് പറയും. Yeah, correct. This can be abused like that also. അത് ദുരുപയോഗപ്പെടുത്താനും സാധ്യതയുണ്ട്. You don't like the way somebody wears a particular cloth material for his trouser. I am not saying what it is. അവരുടെ ചിലരുടെ ട്രൗസറിന് പാൻറ്റിന് അവരുപയോഗിക്കുന്ന ചില പ്രത്യേക മെറ്റീരിയലുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലായിരിക്കും. In my younger days, we were very ashamed of very holy pants. ഞങ്ങളുടെ യൗവന നാളുകളിൽ ഈ Holes in the pants. പാൻറ്റിൽ ദ്വാരം ഇടുന്നതല്ല, പാൻറ്റ് ഇങ്ങനെ കീറിയൊക്കെ ഇടുന്നത് അതൊരു വലിയ പ്രശ്നമായിട്ടാണ് ഞങ്ങൾ കണ്ടിരുന്നത്. I call it holy pants. അതിനെ ഹോളി പാൻറ്റ്, ദ്വാരമുള്ള പാൻറ്റ്. When I was studying in the seminary, ഞാൻ സെമിനാരിയിൽ പഠിക്കുമ്പോൾ I had very few pieces of clothing with me. എനിക്ക് വളരെ പരിമിതമായ വസ്ത്രങ്ങളെ One ഉണ്ടായിരുന്നു. was it, I was very hyper generous, so I gave the milkman and I gave the watchman and some good clothing, practicing spirituality. So I ended up with one trouser. ഞാൻ വളരെ വിശാല മനസ്കനും ഔദാര്യ ദാനക്കാരനും ആയതുകൊണ്ട് പാൽക്കാരൻ. No, I was learning, like I was trying to follow Jesus. I am not generous. It's my wife who qualifies that. I am a bit more selfish than that. ഓക്കെ, അപ്പോൾ ആ പോയിന്റ് ഞാൻ വിടുവാണ്. ഏതോ വിധത്തിൽ എൻ്റെ വസ്ത്രങ്ങളെല്ലാം പോയി, ഇപ്പോൾ ഒരു ട്രൗസർ മാത്രം ശേഷിക്കുന്നു. So when you do everything with one pair of trousers, somewhere the cloth begins to stretch, and because of the strain. എല്ലാറ്റിനും ഒരു വസ്ത്രം മാത്രമാകുമ്പോൾ നമുക്കറിയാമല്ലോ, ഏതെങ്കിലും വിധത്തിൽ അത് എവിടെയെങ്കിലുമൊക്കെ കീറാൻ സാധ്യതയുണ്ട്. So I took it to my friend's wife, ex-Air Force, who had a machine with which she could do this darning business. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഭാര്യയുടെ അടുക്കൽ ആ വസ്ത്രം ഞാൻ കൊണ്ടുപോയി അതിനെ വീണ്ടും തയ്ക്കാൻ വേണ്ടി. So then she was very kind. She did it for me free of cost. എനിക്ക് ചെലവില്ലാതെ ചെയ്തു തന്നു. I took it again. ഞാനത് വീണ്ടും എടുത്തു, And I took it again. പിന്നെയും ഉപയോഗിച്ചു. One day at tea break, she told me, "Idi, on your trouser there is more of my thread than your clothes." എൻ്റെ കയ്യിലുള്ള നൂലുകളെക്കാൾ കൂടുതൽ നൂലുകൾ ഇപ്പം നിന്റെ പാൻറ്റിലുണ്ട്. No. Your trouser has more of my thread than your cloth. നിന്റെ തുണിയിലുള്ള നൂലുകളെക്കാൾ കൂടുതൽ ഇപ്പൊ എന്റെ കൈവശം ഉണ്ടായിരുന്ന നൂലാണ് ഇപ്പൊ നിന്റെ തുണിയിലുള്ളത്. That was a shame we boys had about wearing a very holy cloth. കാരണം അന്ന് ഈ കീറിപ്പറഞ്ഞ വസ്ത്രം ഇടുക എന്നുള്ളത് വലിയ ലജ്ജാവഹമായ കാര്യമാണ്. So when I became a pastor, പക്ഷെ ഞാൻ പാസ്റ്റർ ആയപ്പോൾ and somebody comes to serve the communion with me, എന്നോടൊപ്പം ചേർന്ന് കർത്തൃമേശ കൊടുക്കാൻ വരുന്ന I find a very holy blue colored pant there. ഒരു നല്ല ഒരുപാട് ഹോൾസ് ഉള്ള നീല നിറത്തിലുള്ള പാന്റ്. I may be tempted to call him and say, Thomasudi, this Sunday you sit down. We will give a chance to that Varghese Appachan. എനിക്ക് ഇങ്ങനെ പറയാനൊരു പ്രേരണ, തോമസൂട്ടി ഇന്നിരുന്നോ, ഇന്ന് വർഗീസ് അപ്പച്ചന് നമുക്ക് അവസരം കൊടുക്കാം, അടുത്ത ആഴ്ച നീ വന്നാൽ മതി. He will be very offended. അദ്ദേഹം വളരെ പ്രകോപിതനാകും. I have a cluster bomb with me. എൻ്റെ കയ്യിൽ ഒരു ക്ലസ്റ്റർ ബോംബുണ്ട്. By this, you see the temptation you will bring to the teenage boys and girls, and they will throw away all restrictions. Oh, no. As a youth pastor, Thomasudi, you must behave a model for them. എൻ്റെ കയ്യിലുള്ള ബോംബിൻ്റെ ആഴം എന്താണെന്നറിയാമോ? നീ ഇങ്ങനെയുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് വന്നാൽ നമ്മുടെ ചർച്ചിലെ യൗവനക്കാരികൾ ഇതുപോലത്തെ വസ്ത്രം ധരിക്കാൻ പ്രേരിപ്പിക്കപ്പെടും. അവരങ്ങ് അഴിച്ചുവിട്ടവരെ പോലെ. അതുകൊണ്ട് ഇങ്ങനെ ചെയ്യാൻ പാടില്ല, നീ യൂത്ത് പാസ്റ്ററാണ്, നീ ഒരു മാതൃകയായിരിക്കണം എന്നൊക്കെ പറയാൻ ഞാൻ പ്രേരിപ്പിക്കപ്പെടുകയാണ്. It's the universal use of this. അതൊരു പ്രാപഞ്ചികം ആഗോളതലത്തിലുള്ള ഒരു ഉപയോഗമാണ്. I don't want to give you more practical explanations. കൂടുതൽ പ്രായോഗിക വിശദീകരണങ്ങൾ തരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. But the issue is this. പ്രശ്നം എന്താണ്? In every culture, the church has a difficulty to draw boundaries between the church community and the outside culture society. എല്ലാ സാംസ്കാരിക സമൂഹങ്ങൾക്കകത്തും സഭ നേരിടുന്നൊരു വെല്ലുവിളി എന്ന് പറയുന്നത് സഭാ സംഘത്തിനും അവർക്ക് ചുറ്റുമുള്ള സമൂഹത്തിനും ഇടയ്ക്ക് എങ്ങനെ ഒരു അതിർവരമ്പ് വെക്കാം എന്നുള്ളതാണ് സഭയുടെ വെല്ലുവിളി. And therefore the question is, when we welcome, do we reject people because they don't play within our boundary lines? അപ്പോൾ അതിൻ്റെ ഒരു വിഷയം, ഒരാളെ നമ്മൾ പുറത്തുനിന്ന് സ്വീകരിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ അതിരുകൾക്കകത്തുള്ള ചട്ടവട്ടങ്ങൾക്കകത്ത് അദ്ദേഹം വരാത്തത് കൊണ്ട് അവരെ നമ്മൾ തള്ളിക്കളയാറുണ്ടോ എന്നുള്ളതാണ്. Every denomination in every part of the world is guilty of these boundary walls. ഈ എല്ലാ
സഭാ സംഘടനകളും ലോകവ്യാപകമായി തന്നെ ഇത്തരം അതിർവരമ്പുകൾ ഉള്ള വിഷയം വളരെ വലുതാണ്. You know, there is a shrub which produces beautiful yellow flowers during this Vishu season. We call it konna in Malayalam. I don't know the English name. കണിക്കൊന്ന, ഈ വിഷു കാലങ്ങൾക്കുണ്ടെങ്കിൽ പൂക്കുന്ന ഒരു മരം ഉണ്ടല്ലോ, കണിക്കൊന്ന എന്ന് പറയുന്നത്. In my village, we used to use that for boundaries. ഞങ്ങളുടെ നാട്ടില് അത് ഞങ്ങൾ വേലിയിൽ വെക്കുന്ന ഒരു മരമാണ്. And then, you know, it gives lot of foliage which can become manure also. Lot of leaves which they'll decay soon. So you can use it for chavar, pachena. അത് ധാരാളം ഇലകളുണ്ട്, കൊഴിഞ്ഞു വീഴുമ്പോൾ അതിനെ കരിയിലയായിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. So it has got agricultural value also. അതിന് കൃഷിക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതാണത്. And this produces such beautiful, attractive flowers, you know, I can't describe that. ആ വൃക്ഷത്തിൽ നിന്നുണ്ടാകുന്ന പൂക്കൾ ഒത്തിരി വിശദീകരണം ആവശ്യമില്ല, വളരെ മനോഹരമാണ്, ആകർഷണീയമാണ്. Because I loved konna, I planted konna all around my boundaries. Imagine. എനിക്ക് കണിക്കൊന്ന ഇഷ്ടമുള്ളത് കൊണ്ട് എൻ്റെ വേലി പോകുന്ന എല്ലായിടത്തും ഞാൻ കണിക്കൊന്ന നട്ടുവച്ചിരിക്കുക. And I tell my children, look at our konna and the beauty of this season. Oh, how marvelous it is. ഞാൻ കുട്ടികളോട് പറയുക, നോക്കണേ നമ്മുടെ കണിക്കൊന്ന എത്ര മനോഹരമാണ്. And then we begin to give more attention to cultivating the konna than the tapioca and the chamber wire, everything which feeds us. അപ്പോൾ പിന്നീട് ഇത് മനോഹരമാണെന്ന് കണ്ടിട്ട് കപ്പയും ചേനയും ചേമ്പും കൃഷി ചെയ്യുന്നതിന് പകരം എല്ലായിടത്തും കണിക്കൊന്ന കൃഷി ചെയ്യുക. What needs attention and cultivation is neglected, and I am bothered about konna all around. വയറ് നിറയ്ക്കാനുള്ള ആഹാര സാധനങ്ങൾ കൃഷി ചെയ്യേണ്ടതിന് ശ്രദ്ധിക്കേണ്ടതിന് പകരം വെറും കണ്ണിന് ഇമ്പം നൽകുന്ന കണിക്കൊന്ന കൃഷിയിലേക്ക് ഞാൻ എൻ്റെ ശ്രദ്ധയും എല്ലാം ചെലുത്തുകയാണ്. And then, you know, my house name people call Konnaidi. പിന്നെ ആളുകൾ എന്നെ വിളിക്കാൻ തുടങ്ങും കൊന്നയിടി എന്ന്. Because my identity is with konna. കാരണം എൻ്റെ അടയാളം ഇപ്പോൾ കൊന്നമരമായി മാറി. My children will become greater experts in this is what our father taught us, konna. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വലിയ അനുഭവമുണ്ടോ, ഞങ്ങളുടെ അപ്പൻ ഞങ്ങളെ പഠിപ്പിച്ചതാണ് കൊന്ന. You understand what I am saying? ഞാൻ പറഞ്ഞതിൻ്റെ സാരാംശം എന്താണെന്ന് മനസ്സിലായോ? I can only speak to you in mysteries like this. But you understand what I am saying. മർമ്മങ്ങൾ ഇങ്ങനെ മാത്രമേ പൊളിക്കാൻ പറ്റത്തുള്ളൂ, നിങ്ങൾ ഗ്രഹിച്ച് കണ്ടെത്തിക്കൊള്ളണം. Look at the history of revivalism in Kerala. കേരളത്തിന്റെ ഉണർവിന്റെ ചരിത്രത്തിലേക്കൊന്ന് തിരിച്ചു നോക്കിയേ. There was a major schism on the type of collar that believers, born again believers should wear. ആ കാലഘട്ടത്തിൽ രക്ഷിക്കപ്പെട്ട വീണ്ടും ജനനം പ്രാപിച്ച വിശ്വാസികൾ ധരിക്കേണ്ട വസ്ത്രത്തിന്റെ കോളർ ഇങ്ങനെ ആയിരിക്കണമെന്ന് പോലും ഉണ്ടായിരുന്നു. Lot of stories come, but let me swallow all of them. ഒരുപാട് കഥകൾ ഇങ്ങനെ വരുന്നുണ്ട്, പക്ഷെ ഞാൻ എല്ലാം അങ്ങ് വിഴുങ്ങുകയാണ്. So in this struggle for who is in and who is out and how do we draw our boundaries, അകത്താരാണ് പുറത്താരാണ്, എങ്ങനെ നമ്മൾ അതിർവരമ്പ് വരയ്ക്കും എന്നിങ്ങനെയുള്ള ഈ വിഷയത്തിനകത്ത് the problem becomes more complex because lot of things which we call as secular also have a religious flavor to that. ഈ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാകുന്നത് എന്തെന്നറിയാമോ? അതായത് സെക്കുലറായ ലോകപരമായ കാര്യങ്ങൾ നമ്മൾ മതപരമായ കാര്യങ്ങളുമായിട്ട് കൂടിക്കുഴയ്ക്കുമ്പോൾ കൂടുതൽ അത് സംഘർഷഭരിതമാകുകയാണ്. I loved my grandfather very much. എൻ്റെ മുത്തശ്ശനെ ഞാൻ ഒത്തിരി സ്നേഹിക്കുന്നു. Because he used to tell me lots of stories and extra pocket money. Little favoritism he showed when I was a small boy. So I loved him very much. ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ എന്നോടൊരു പ്രത്യേക സ്നേഹവും പരിഗണനയൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹം എനിക്ക് ഒത്തിരി കഥകൾ പറഞ്ഞു തരികയും കുറച്ച് പോക്കറ്റ് മണിയൊക്കെ തരുമായിരുന്നു. So this partiality made me love him more. ഈ ഒരു പക്ഷപാതം അദ്ദേഹത്തെ കൂടുതൽ സ്നേഹിക്കാൻ എന്നെ പ്രേരിപ്പിച്ചു. Was he bribing? I don't know. കൈക്കൂലി തന്നതാണോ എന്ന് എനിക്കറിയത്തില്ല. But one thing I know, he had a special heart for me. ഒരു കാര്യം എനിക്കറിയാം, എന്നോടൊരു പ്രത്യേക സ്നേഹം അദ്ദേഹത്തിനുണ്ട്. But that was affected when I took baptism as a Pentecostal. പക്ഷെ ഒരു പെന്തക്കോസ്തുകാരനായി സ്നാനപ്പെട്ടപ്പോൾ അതിനകത്ത് വിഷയമായി അത് ബാധിക്കപ്പെട്ടു. But Appachan never shouted at me. പക്ഷെ എന്നോട് അപ്പച്ചൻ ഒരിക്കലും ദേഷ്യപ്പെട്ടില്ല. I was not able to attend his funeral because I was in North India at that time. ആ സമയത്ത് ഞാൻ ഉത്തരേന്ത്യയിലായിരുന്നത് കൊണ്ട് അദ്ദേഹത്തിന്റെ അടക്ക ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ പോലും എനിക്ക് കഴിഞ്ഞില്ല. But then, you know, the wider family had a special meal and kurbana in the church and a special meal on the 40th day or something like that. ഒരു 14ാമത്തെ ദിവസം എന്തോ No. 40ാമത്തെ ദിവസം അവരുടെ കുടുംബ സഭയ്ക്കകത്തൊരു വലിയ വിരുന്നും ഓർമ്മയുടെ നാളും ഒക്കെ ഉണ്ടായി. Appachan was so close.
അപ്പച്ചൻ വളരെ അടുപ്പമുള്ള ആളാ. He was a very godly man also. അദ്ദേഹം ഒരു വലിയ ദൈവ മനുഷ്യനാണ്. Except when he becomes angry, he was a very godly man. ദേഷ്യപ്പെടുമ്പോൾ ഒഴികെ ബാക്കി എല്ലാ സമയത്തും അദ്ദേഹം And ഭക്തനാണ്. he also told me that he committed his life to Christ during Kochunyi Oasis revival meeting and all. കൊച്ചുകുഞ്ഞു ഉപദേശിയുടെ ഉണർവ് യോഗത്തിൽ അദ്ദേഹത്തിന്റെ ലൈഫ് ക്രിസ്തുവിന് സമർപ്പിച്ചു എന്ന് പോലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. But what do I do as a Pentecostal, as a minister of the gospel for this 40th? ഈ 40ാമത്തെ ദിവസത്തെ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഒരു പെന്തക്കോസ്തുകാരൻ എന്ന നിലയിൽ, ഒരു സുവിശേഷകൻ എന്ന നിലയിൽ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? I told my father, let us not go to the Kurbana, but we will go for the survival meal. ഞാൻ എൻ്റെ അപ്പച്ചനോട് പറഞ്ഞു, And to my dad, എൻ്റെ പിതാവിനോട് ഞാൻ പറഞ്ഞു, നമുക്ക് കുർബാനയ്ക്ക് പോകണ്ട, അത് കഴിഞ്ഞുള്ള വിരുന്നിന് ചെന്നാൽ മതി. my father said that you will offend the church. എൻ്റെ അപ്പം പറഞ്ഞു, അത് സഭയെ ദേഷ്യപ്പെടുത്തും. Instead of offending the church, we offended our family. ഈ സഭയെ പ്രകോപിപ്പിക്കുന്നതിന് പകരം നമ്മുടെ കുടുംബത്തെ നമുക്ക് പ്രകോപിപ്പിക്കാം. It's a very tricky issue, am I not right? അത് ഒരു തന്ത്രപരമായ ഒരു നീക്കമാണ്. If all your family is Pentecostal and if you are fourth generation, no problem. നിന്റെ കുടുംബം മുഴുവനും പെന്തക്കോസ്തുകാരാണ്, നീ 4ാം തലമുറക്കാരനാണ്, ഒരു വിഷയവും ഇല്ല. If you are first generation, then you have a problem like mine. നീ ആദ്യ തലമുറയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രശ്നം ഉണ്ടായിരിക്കും. So how do we draw the lines? എങ്ങനെയാണ് ആ അതിർവര നമ്മൾ നിശ്ചയിക്കുന്നത്? Now I may take you closer to something else. ചില കാര്യങ്ങളോട് ഞാൻ കൂടുതൽ അടുത്ത് വരികയാണ്. Some of I shouldn't say be jealous. I appreciate the musical talent that God has blessed this church with. ഈ സഭയെ കർത്താവ് അനുഗ്രഹിച്ചിരിക്കുന്ന സംഗീതാത്മകമായ സാമർഥ്യങ്ങളെ കുറിച്ച് എനിക്ക് വളരെ സന്തോഷമുണ്ട്. But can I say that I will use my musical skills only for church music? And actually there is a career open for me in the music industry. ഞാൻ ചോദിക്കുന്നത്, എനിക്ക് ദൈവം തന്നിരിക്കുന്ന സംഗീതപരമായ കഴിവുകളെ സഭയ്ക്ക് വേണ്ടി മാത്രം ഞാൻ ഉപയോഗിച്ചാൽ മതിയോ? പുറത്ത് എനിക്കൊരു കരിയർ നേടിയെടുക്കാൻ ധാരാളം അവസരങ്ങൾ ഉണ്ടായിരിക്കുമ്പോൾ There are people in our midst who have given up their career and taken up only church music. നമ്മുടെ ഇടയിൽ ആളുകളുണ്ട്, അവരുടെ പുറത്തുള്ള എല്ലാ പരിപാടികളും മാറ്റിവെച്ചിട്ട് ദൈവസഭയ്ക്ക് വേണ്ടി മാത്രം ശുശ്രൂഷിക്കാൻ സമർപ്പിച്ചപ്പെട്ടവർ. If that is the only trade I know, music, and if that is the only way I can look after my family, how do you draw the line? എനിക്ക് മ്യൂസിക് മാത്രമേ അറിയാവൂ, എൻ്റെ കുടുംബത്തെ പുലർത്താനും ഇത് മാത്രമേ എനിക്ക് ദൈവം താലന്തായി തന്നിട്ടുള്ളൂ. അങ്ങനെയെങ്കിൽ ആ വിഷയത്തിൽ എവിടെയാണ് ഞാൻ അതിർവര ഇടേണ്ടത്? Do we exclude all creative performing artists from church participation or ministry? ദൈവം നമുക്ക് തന്നിരിക്കുന്ന സൃഷ്ടിപരമായ കലാസാമർഥ്യങ്ങളെ എല്ലാം സഭയ്ക്ക് വേണ്ടി ബാക്കി എല്ലാത്തിനെയും ഒഴിവാക്കണമെന്നാണോ? Suppose I am a novelist. ഞാനൊരു നോവലിസ്റ്റ് ആണെങ്കിൽ, എഴുത്തുകാരനാണെങ്കിൽ, if I am a poet, ഞാനൊരു കവിയാണെങ്കിൽ, can I only publish in Christian magazines or Christian novels? ഒരു ക്രിസ്തീയ ലേഖനങ്ങളിലോ ക്രിസ്തീയ കവിതാ പുസ്തകങ്ങളിലോ മാത്രം ഞാൻ എൻ്റെ സാമർത്ഥ്യം പ്രകടിപ്പിച്ചാൽ മതിയോ? It is a very crucial issue. അത് വളരെ നിർണായകമായ ഒരു പ്രശ്നമാണ്. This is where our faith in God as a creator and a redeemer needs to be blended and applied. അവിടെയാണ് സൃഷ്ടികർത്താവും വീണ്ടെടുപ്പുകാരനുമായ ആ ദൈവത്തെ നമ്മുടെ ജീവിതവുമായി കൂടിക്കലർത്തേണ്ടതായ ഒരു സാഹചര്യം വരുന്നത്. Public spaces are now increasingly being made religious spaces. ഈ പൊതു സ്ഥലങ്ങൾ ഇപ്പോൾ കൂടുതലായി മതപരമായ സ്ഥലങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആരാണ് എന്നെ നയിക്കുന്നത്? കർത്താവായ യേശുവാണോ അതോ അവന്റെ ദേവനോ ദേവതയാണോ? It's a very difficult issue. ഇത് വളരെ പ്രയാസകരമായ ഒരു വിഷയമാണ്. This is where knowledge and love should combine together to the building up of everybody and not to the destruction of someone but the flourishing of everybody. ഇങ്ങനെ നമ്മുടെ വിശ്വാസവും നമ്മുടെ സ്നേഹവും ദൈവഭക്തിയും ഒക്കെ സമൂഹത്തെ പണിയപ്പെടേണ്ടവന്, ആരെങ്കിലും പ്രകോപിപ്പിച്ച് നശിപ്പിക്കാനല്ല, സമൂഹത്തെ പണിയപ്പെടേണ്ടവന് തമ്മിൽ കൂട്ടിച്ചേർക്കപ്പെടേണ്ടതുണ്ട്. Let's look at something more difficult. കുറച്ചുകൂടെ പ്രയാസമുള്ള കാര്യങ്ങളെ നമുക്ക് കാണാം. There are social divisions in any group of people. ഏത്
ജനസമൂഹത്തിനകത്തും സാമൂഹ്യമായ സംഘങ്ങൾ, പ്രത്യേക വിഭാഗങ്ങളുണ്ട്. No, that is natural because people like to keep company with X or Y type of people and everybody doesn't gel with everyone else. കാരണം പല ആളുകളും അവർ ചില പ്രത്യേക വിഭാഗങ്ങളുമായിട്ട് മാത്രം ഇടപഴകാൻ ആഗ്രഹിക്കും, വേറെ ആരുമായിട്ട് ഒരു ബന്ധപ്പെടത്തില്ല. Can we cross these barriers to intentionally establish and celebrate fellowship with people with whom we would normally not choose to associate? സാധാരണമായിട്ട് നമ്മൾ ഇടപഴകാൻ തയ്യാറാകാത്ത ആളുകളുമായി ദൈവസ്നേഹത്തിന്റെ പേരിൽ നമുക്ക് ഒന്നായി തീരാൻ കഴിയുമോ? Otherwise, are we not with knowledge or money or power segregating? അല്ലെങ്കിൽ പണത്തിന്റെയോ അറിവിന്റെയോ പേരിൽ നമ്മൾ വിഭജിച്ച് നിൽക്കുകയാണോ? Let's look at some of the other challenges. മറ്റു ചില വെല്ലുവിളികളെ നമുക്ക് പരിശോധിക്കാം. Suppose I am the Panchayat president. There is no Panchayat here, no. I am your municipal corporation councillor here for your ward. ഇവിടെ കൊച്ചിയിൽ പഞ്ചായത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ നിങ്ങളുടെ കോർപ്പറേഷൻ കൗൺസിലറാണെന്ന് വിചാരിക്കുക. So Muslims voted for me, Hindus voted for me, secularists and atheists voted for me, you also voted for me. നിങ്ങൾ സഭക്കാരും എനിക്ക് വോട്ട് ചെയ്തു, മുസ്ലിങ്ങളും ഹിന്ദുക്കളും ദൈവം ഇല്ലെന്ന് പറയുന്നവരും എനിക്ക് വോട്ട് ചെയ്തു. Suppose they invite me to a function and they say, sir, our councillor, sir, please light the lamp. അപ്പോൾ അവർ എന്നെ ആ പരിപാടിക്ക് വിളിച്ചു, നിലവിളക്ക് കൊളുത്തണമെന്ന് എന്നോട് ആവശ്യപ്പെടുക. Can I say I am a Hallelujah Christian so I can't light the lamp? ഞാൻ ഒരു ഹല്ലേലൂയ വിശുദ്ധനാണ്, എനിക്ക് അതുകൊണ്ട് നിലവിളക്കൊന്നും കത്തിക്കാൻ പറ്റത്തില്ലെന്ന് പറയാൻ കഴിയുമോ? If I don't light the lamp, I may not even finish the elected period. Before that, I will be thrown out. ഞാൻ ആ നിലവിളക്ക് കത്തിച്ചില്ലെങ്കിൽ ആ തെരഞ്ഞെടുക്കപ്പെട്ട കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പേ അവിടെ നിന്ന് ഞാൻ പുറത്താക്കപ്പെട്ടെന്ന് വന്നേക്കാം. See, is there a cultural blurring here, a tolerant area where we can tolerate? നമുക്ക് സഹിക്കാൻ പറ്റുന്ന ഏരിയകൾ, സാമൂഹ്യമായി നമുക്ക് സഹിക്കാൻ പറ്റുന്ന ഏരിയകളാണ് അല്ലേ അത്? What about the idol of materialism? ഈ ഭൗതികവാദത്തെ ആശയം എന്താണ്? If somebody wants to say that the only way evidence that God has blessed me is the affluence that I'm enjoying, then are you not making an idol of a gift that God has given you? കർത്താവ് നിങ്ങൾ ഈ ദൈവസഭയ്ക്കകത്ത് മാത്രമാണ് എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നതിനെ ഉപയോഗിക്കുന്ന നിങ്ങൾ പറഞ്ഞാൽ ദൈവം നിങ്ങൾക്ക് വാസ്തവമായി നിങ്ങളിൽ നിക്ഷേപിച്ചിരിക്കുന്ന സാമർത്ഥ്യങ്ങളെ ദൈവമഹത്വത്തിന് വേണ്ടി ശരിക്കും നിങ്ങൾ ഉപയോഗിക്കുന്നില്ല എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. You leave aside creative arts and come to sports. നീ ആ സൃഷ്ടിപരമായ കഴിവുകളെ വിട്ടിട്ട് കായിക വിനോദങ്ങളിലേക്ക് നമുക്ക് വരാം. Kerala is the only state that I can think of in India which gave a public holiday yesterday because they wanted the school kids to watch the FIFA finals, isn't it? നമുക്ക് ഇന്ത്യയിൽ തന്നെ കേരള സംസ്ഥാനത്തിൽ മാത്രമാണ് ഫിഫ വേൾഡ് കപ്പിന്റെ ഫൈനൽ കാണാൻ വേണ്ടി അവധി പ്രഖ്യാപിച്ച ഏക സംസ്ഥാനം. Give it there. Don't even. So that is something unique. അത് ഒരു പ്രത്യേകത ഉള്ളതാണ്. അത് നിസ്തുല്യമാണ്, വേറെ ആരും അങ്ങനെ ചെയ്തിട്ടില്ല. But in most schools, young aspirants who want to grow in sports will have their coaching camps during weekends only. ഈ കേരളത്തിലെ പല സ്കൂളുകളിലും കായിക ഇനങ്ങളിൽ പ്രബലരാകാൻ ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ശനിയും ഞായറുമാണ് ക്യാമ്പുകളും ക്ലാസ്സുകളും ഉള്ളത്. And they expect kind of a religious like devotion to that particular sport, saying that unless you commit totally, you cannot excel in it. അവർ ആ സ്പോർട്സ് ഇനത്തിനെ കുറിച്ച് അവർ പഠിക്കുമ്പോൾ പറയും, ഇതിനകത്ത് പൂർണ്ണമായ ഒരു ഡെഡിക്കേഷൻ, സമർപ്പണം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് പ്രബലരാകാൻ കഴിയത്തില്ല, സാമർത്ഥ്യത്തിൽ വളരാൻ കഴിയത്തില്ലെന്ന് അവർ പറയുകയാണ്. The early church found it easier to say that Jesus Christ is Lord and Caesar is not Lord. പുരാതന സഭയ്ക്ക് ഇങ്ങനെ പറയാൻ പറ്റും, യേശു ക്രിസ്തുവാണ് കർത്താവ്, കൈസർ അല്ല കർത്താവ്. But the modern church finds it very difficult to draw boundaries and to say how exactly we will love God and love the community. എന്നാൽ ഈ ഇന്നത്തെ ആധുനിക സഭയ്ക്ക് അതിർവരമ്പുകൾ നിശ്ചയിക്കുക എന്നത് പ്രയാസകരമായ കാര്യമാണ്. ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നു എന്ന് പറയാനും Okay, let's see. How then can we practice it? എങ്ങനെ അതിനെ നമുക്ക് പ്രായോഗികമാക്കാൻ കഴിയും? First of all, the revelation God gives us is a calling to love God supremely. വെളിപ്പാട് നമുക്ക് നൽകപ്പെടുമ്പോൾ
പ്രാഥമികമായി നമുക്ക് നൽകപ്പെടുന്നത് ദൈവം പരമാധികാരിയാണ്, അവനെ സ്നേഹിപ്പാനാണ്. When we love God, നാം ദൈവത്തെ സ്നേഹിക്കുമ്പോൾ God releases His life and power into us, അവൻ തന്റെ ജീവനെയും തന്റെ ശക്തിയെയും നമ്മിലേക്ക് പകരുകയും that we can walk in the way of Jesus, which is called love, love, love. യേശു അനുവർത്തിച്ച അതേ ജീവിതത്തെ ഇങ്ങനെ സ്നേഹം 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 അത് നമുക്ക് പിന്തുടരുവാൻ സാധിക്കും. Which will enable us to value others. മറ്റുള്ളവരെ വില കൊടുക്കാൻ കഴിയുന്ന, മറ്റുള്ളവർക്ക് വിലമതിക്കാൻ കഴിയുന്ന തരത്തിൽ നമ്മെ അത് രൂപാന്തരപ്പെടും. Respect others. മറ്റുള്ളവരെ ബഹുമാനിക്കാൻ, Commit ourselves to their welfare. അവരുടെ നന്മയ്ക്ക് വേണ്ടി നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാൻ, Transfer our orientation from ourselves to God and to others. നമ്മുടെ ജീവിതത്തിന്റെ സമർപ്പണത്തെ ദൈവത്തിനും മറ്റുള്ളവർക്കും വേണ്ടി വിധേയപ്പെടുത്താൻ നമുക്ക് കഴിയും. As long as the knowledge of God produces in us love for God and love for humanity and the community, we are walking with Jesus. ആകെ കൂടെ പറയുകയാണെങ്കിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന പരിജ്ഞാനം ദൈവത്തെ സ്നേഹിക്കാനും നമ്മുടെ സമൂഹത്തിലുള്ള മറ്റുള്ളവരെ സ്നേഹിക്കാനും അതിലൂടെ ദൈവസ്നേഹത്തെ പ്രദർശിപ്പിക്കാനുമാണ് നമ്മെ പര്യാപ്തമാക്കുന്നത്. Every generation will have confusing social settings. എല്ലാ തലമുറകൾക്കും ആശയക്കുഴപ്പത്തിലാക്കുന്ന സാമൂഹ്യ സംവിധാനങ്ങളുണ്ട്. But we need to seek God's grace to walk together as the one people of God who are inspired by the revelation of the gospel and love of God and love for one another. എന്നാൽ നാം ചെയ്യേണ്ടത് എന്താണ്? ഈ സമൂഹ സംവിധാനങ്ങൾക്ക് മധ്യത്തിലും ദൈവ സ്നേഹത്തെയും ദൈവത്തിന്റെ കൃപയെയും വെളിപ്പെടുത്തുന്ന ഒരു കൂട്ടമായി, അവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു കൂട്ടമായി തീരേണ്ടതിന് നാം ദൈവത്തോട് കൃപയ്ക്കായി പ്രാർത്ഥിക്കേണ്ടതുണ്ട്. My answers are tentative. My answers are limited for the time. ഈ സമയപരിമിതി കൊണ്ട് എൻ്റെ ഉത്തരങ്ങൾ വളരെ ചുരുക്കത്തിലായി പോയി. May God help you to understand it clearly and produce clearer answers. ദൈവം നിങ്ങളെ ആഴമായി മനസ്സിലാക്കുവാൻ സഹായിക്കട്ടെ, വ്യക്തമായി മുൻപോട്ട് പോകാൻ കർത്താവ് നിങ്ങളെ തുണയ്ക്കട്ടെ. May God bless this church with greater insight to follow Jesus in our generation. ഈ തലമുറയിൽ കർത്താവായ യേശുവിനെ പൂർണ്ണ ഹൃദയത്തോടെ പിൻപറ്റുവാൻ കഴിയുന്ന തരത്തിലുള്ള ആത്മീയ കാഴ്ചപ്പാടുകൾ ഈ സഭയ്ക്ക് കർത്താവ് ഇനിയും ധാരാളം നൽകട്ടെ. Whenever you think about us, remember us, please pray for us also. Thank you very much. ഞങ്ങളെ ഓർക്കുമ്പോഴൊക്കെയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് നന്ദി.